ഇതുവരെ നമ്മളോടൊപ്പം നമ്മളിൽ ഒരാളായി ജീവിച്ച നമ്മുടെ 4 പ്രിയ ജീവനക്കാർക്ക് ഉചിതമായ ഔദ്യോഗികയായ യാത്രയയപ്പ് നൽകാനാണ്. നമ്മുടെ വകുപ്പിന്റെ അഭിമാനാർഹമായ ഒട്ടേറെ നേട്ടങ്ങളിൽ നേരിട്ടും അല്ലാതെയും പങ്കാളികളാവാൻ കഴിഞ്ഞവരാണ് ഇവർ 4 പേരും. നമുക്കറിയാം, മെയ് മാസം സർക്കാർ സർവീസിനെ സംബന്ധിച്ച് ഒട്ടേറെ ജീവനക്കാരുടെ വിരമിക്കൽ മാസം കൂടിയാണ്. നമ്മുടെ വകുപ്പിന്റെ അഭിമാനമായി മാറാൻ കഴിഞ്ഞവരാണ് ഇവർ എന്നതിന് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ വലിയ പങ്കാളിത്തം തന്നെയാണ് സാക്ഷ്യം. അധികം ദീർഘിപ്പിക്കുന്നില്ല, ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് നല്ല വാക്കിന്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എന്റെ കാതിനിടയാകണേ, സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ. ഭൂമിയമ്പയെന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ, ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ, ജാതി ഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ, ലോകമൊന്നെന്ന പാഠമെന്നുവിൻ മനസ്സിലെഴുതേണമേ. ആദ്യമായി ഈ ഔദ്യോഗിക വിരമിക്കൽ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന വിശിഷ്ടാതിഥികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഒപ്പം തന്നെ ചടങ്ങിന് നേതൃത്വം നൽകുന്ന വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും സഹപ്രവർത്തകരെയും സ്വാഗതം ചെയ്യുന്നതിന് JCTPS ഓഫീസിലെ SPO ശ്രീ ഹരിറാം കുമാർ സാറിനെ സാദരം ക്ഷണിക്കുന്നു. ഏറെ ബഹുമാനപ്പെട്ട അഡീഷണൽ കമ്മീഷണർ ജെപ്സൺ സാർ, ജോയിൻറ്റ് കമ്മീഷണർമാരായ സുരേഷ് സാർ, അഭിലാഷ് സാർ, ലത്തീഫ് സാർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. എന്തെന്നാൽ മാർച്ച് 31 ഇത്തരത്തിലുള്ളൊരു സമയത്ത് ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ ഇനി വന്ന് നിൽക്കാൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്ക ഉള്ളൊരു കാലഘട്ടത്തിലൂടെ സഞ്ചരിച്ചാണ് ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. നമ്മുടെ അവതാരക ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വകുപ്പിൻ്റെ വിവിധ തലങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിത്വങ്ങളാണ് ഇന്നേ ദിവസം നമ്മുടെ ഈ ഔദ്യോഗിക വിരമിക്കലിൻ്റെ ഭാഗമായി വകുപ്പിൻ്റെ പടിയിറങ്ങുന്നത്. ആ വ്യക്തികളെ സമാദരപൂർവ്വം യാത്രയയക്കുക എന്നുള്ള ആ ഒരു കർത്തവ്യം നിറവേറ്റുന്നതിന് കൂടി വേണ്ടിയാണ് ഈ മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിലും ഏറെ തെളിഞ്ഞ മുഖത്തോടുകൂടി നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെല്ലാം ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്നത് എന്നുള്ളത് ഏറെ ആഹ്ലാദകരമായ ഒരു നിമിഷമാണ് നമ്മൾക്ക് ഏവർക്കും സമ്മാനിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അവിചാരിതമായിട്ടാണെങ്കിലും ഇവിടെ എത്തിച്ചേർന്ന, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ സദസ്സിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ തൃശ്ശൂരിൻ്റെ അഭിമാനമായ നമ്മുടെ വകുപ്പിൻ്റെ അഡീഷണൽ കമ്മീഷണർ ജെപ്സൺ സാറിനെ ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് ഏവരുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ജോയിൻറ്റ് കമ്മീഷണർ TPS സുരേഷ് സാറാണ്. സാറിനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ എൻ്റെ വ്യക്തിപരമായും ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
ഇവിടെ സന്നിഹിതരായിരിക്കുന്ന, ഇവിടെ ആശംസകൾ അർപ്പിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന, ഏറെ തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി മറ്റു പല ഓഫീസുകളിലും പല പരിപാടികളിലും പങ്കെടുക്കേണ്ട ആ സമയം വരെ മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരായ ജോയിന്റ് കമ്മീഷണർമാർ, അഭിലാഷ് സാറിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഓഡിറ്റ് വിഭാഗത്തിൻ്റെ തലവനായ അബ്ദുൽ ലത്തീഫ് സാറിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി സ്വാഗതം ചെയ്യാനുള്ളത് നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ ഈ വകുപ്പിൻ്റെ ഈ കാലം അത്രയും ദിനരാത്രങ്ങളിൽ ഒന്നിച്ചൊന്നായി നിന്ന നമ്മുടെ നേട്ടങ്ങളിൽ പങ്കാളികളായ നമ്മുടെ ഈ വകുപ്പിൻ്റെ ഓരോ മാറ്റങ്ങളിലും ആ മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനും അതിൻ്റെ ഈ അഭിമാനകരമായ നേട്ടങ്ങളിൽ പങ്കാളികളാകാനും സാധിച്ച നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, അവരുടെ അനുഭവ സമ്പത്ത് കൂടിയാണ് ഇന്നതോടുകൂടി നമ്മുടെ ഇടയിൽ നിന്ന് നഷ്ടമാകുന്നത് എന്നുള്ളതൊരു വേദനയാണെങ്കിലും ഇതൊരു സർവീസിൻ്റെ അനിവാര്യത എന്നുള്ള നിലയിൽ നമുക്കതിനെ ഒഴിച്ചുകൂടാനാവാത്തൊരവസ്ഥയാണ്. എങ്കിലും ഈ പരിപാടിയിലേക്ക് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ഇന്ന് വിരമിക്കുന്ന ഓഡിറ്റ് വിഭാഗം 4-ാം ഡിവിഷന്റെ ഡെപ്യൂട്ടി കമ്മീഷണർ പ്രിയങ്കരനായ ശ്രീ രാജു ജോസഫ് സാറിനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ സാറിൻ്റെ കുടുംബിനിയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഈ ചടങ്ങിൽ ഈ സദസ്സിലിരിക്കുന്ന ടീച്ചറെയും ഞാൻ ഇവിടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് ഇവിടെ വിരമിക്കുന്ന ഇന്റലിജൻസ് വിഭാഗത്തിലെ ഏറെ നമുക്കറിയാം ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ച ഇന്റലിജൻസിന്റെ കുറച്ചു കാലങ്ങളാണ് കടന്നുപോയിട്ടുള്ളത്. ആ നേട്ടങ്ങളിലൊക്കെ തന്നെ പങ്കാളികളാകാൻ കഴിഞ്ഞ ശ്രീമതി ഷക്കീല ഇവിടെയുണ്ട്. ഷക്കീലയെ ഈ വേദിയിലേക്ക് നിങ്ങൾ ഏവരുടെയും പേരിൽ സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീമതി ഷക്കീലയുടെ ജീവിത പങ്കാളിയും അവരുടെ മക്കളും ഇവിടെ സന്നിഹിതരാണ്. അവരെയും ഈ വകുപ്പിന്റെ പേരിലും നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ പ്രമോദിനെയാണ്. പ്രമോദിനെ നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനാണ്. ഇവിടെ അരിയർ റിക്കവറി വിഭാഗത്തിലെ ASTO ആയി പ്രവർത്തിച്ചു വരുന്ന പ്രമോദ് അതിനു മുൻപ് ഇന്റലിജൻസിലാണ് ജോയിൻ ചെയ്ത്. അന്ന് മുതൽ വ്യക്തിപരമായിട്ടുള്ള ഒട്ടേറെ പരിചയങ്ങൾ ഞങ്ങൾക്കിടയിലുണ്ട്. പലപ്പോഴും അദ്ദേഹം ഏറെ യാത്രാപ്രിയനായതുകൊണ്ട് ആ യാത്രകൾക്കൊപ്പമാണ് പലപ്പോഴും കണ്ടുമുട്ടിയിട്ടുള്ളതും. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ കൂടി യാത്രകളിലെ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏറെ പ്രിയപ്പെട്ട പ്രമോദിനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി സ്വാഗതം ചെയ്യാനുള്ളത് ശ്രീമതി ജോബിയാണ്. ശ്രീമതി ജോബി ഏറെ നാള് നമ്മുടെ എന്താ പറയുക ഭൂരിപക്ഷം എല്ലാവരുടെയും സജീവ സാന്നിധ്യമായിട്ട് നിലനിൽക്കുന്നില്ലെങ്കിൽ കൂടി എപ്പോഴും എല്ലാവർക്കും സുപരിചിതയാണ് എന്നുള്ളതാണ് അവരുടെ ഒരു വ്യക്തിത്വം. എല്ലാത്തിൽ നിന്നും സ്വല്പം ഒഴിഞ്ഞു മാറി നിൽക്കുമെങ്കിലും എല്ലാ പരിപാടിയിലും ജോബിയുടെ പങ്കാളിത്തം നമുക്ക് കാണാം. ആ രീതിയിൽ ഏറെ നാളായി തൃശ്ശൂരിൽ അധികം കാലം പ്രവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം നമുക്ക് ആ തരത്തിലുള്ള ഒരു അപരിചിതത്വം നമ്മുടെ പലർക്കെങ്കിലും ഉണ്ടാകുന്നത്. എങ്കിലും ഈ അവസാന പ്രമോഷനിൽ നമ്മുടെ ഇവിടെ തന്നെ മണ്ണൂത്തി TPSൽ എത്തിച്ചേർന്ന ജോബി മേഡത്തെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഈ വേദിയിലേക്ക് ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളും. ഇനി സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഡെപ്യൂട്ടി കമ്മീഷണർമാരെയാണ്. ഇവിടെ ഇന്ന് ആശംസകൾ അർപ്പിക്കുന്നതിനും ഈ പരിപാടി വിജയിപ്പിക്കുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്ന അജയ് സിറിയക് സാർ, അതുപോലെ തന്നെ ഫൈന മാഡം, P ഹരിദാസ് സാർ, രജീഷ് സാർ എന്നിവരെല്ലാം, അതോടൊപ്പം ഇവിടെ ഈ പരിപാടിയുടെ ആദ്യഘട്ടം മുതൽ നിങ്ങൾ സജീവ സാന്നിധ്യമായി നിലനിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും എൻ്റെ നല്ലവരായ സഹപ്രവർത്തകരെയും ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം പരിപൂർണമാക്കുന്നു. നന്ദി, നമസ്കാരം. രാജു ജോസഫ് P, ഡെപ്യൂട്ടി കമ്മീഷണർ. 1969 മെയ് 30 തൃശൂർ ജില്ലയിലെ ഏങ്ങണ്ടിയൂരിൽ
പുറത്തൂർ ജോസഫിൻ്റെയും സെലിൻ്റെയും മകനായി ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം ഏങ്ങണ്ടിയൂരിലെ സെന്റ് തോമസ് HSSൽ നിന്നും പൂർത്തിയാക്കി. നാട്ടികയിലെ പ്രശസ്തമായ ശ്രീനാരായണ കോളേജിൽ നിന്നും ബിരുദവും ഒട്ടേറെ പ്രതിഭകളെ വാർത്തെടുത്ത തൃശൂരിലെ പ്രശസ്തമായ സെന്റ് തോമസ് കോളേജിൽ നിന്നും ധനതത്വശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി. ഒരു സർക്കാർ ജോലിക്കുള്ള നിരന്തര പരിശ്രമത്തിനൊടുവിൽ 1997 ജനുവരിയിൽ GST ഡിപ്പാർട്ട്മെന്റ് സെക്കൻഡ് സർക്കിളിൽ ക്ലർക്കായി ജോലിയിൽ പ്രവേശിച്ചു. തൃശൂർ ജില്ലയിലെ വിവിധ സർക്കിൾ ഓഫീസുകൾ, IAC ഓഫീസ്, ഇന്റലിജൻസ് വിഭാഗം, ചെക്ക് പോസ്റ്റ് എന്നിവിടങ്ങളിൽ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ചു. 2016 സ്റ്റേറ്റ് ടാക്സ് ഓഫീസറായി പ്രൊമോഷനായ അദ്ദേഹം കൊടുങ്ങല്ലൂർ സർക്കിൾ ഓഫീസിൽ നിയമിതനായി. 2024 ഡിസംബറിൽ ഡെപ്യൂട്ടി കമ്മീഷണറായി പ്രൊമോഷനായ രാജു സാർ ഇന്ന് ഓഡിറ്റ് ഡിവിഷൻ 4 നിന്നും വിരമിക്കുന്നു. 1999 എലുവത്തിങ്കൽ മുട്ടിക്കൽ ഔസേപ്പിന്റെയും ത്രേസിയുടെയും മകളായ മേരിയെ ജീവിതസഖിയാക്കി. മേരി ടീച്ചർ ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് HSSൽ അധ്യാപികയാണ്. മക്കളായ ജോസഫ് ജസ്വിൻ, ജോസഫ് ഡെൽവിൻ എന്നിവർ ബിരുദ വിദ്യാർത്ഥികളാണ്. തന്റെ ഔദ്യോഗിക സേവന രംഗത്തും പൊതുരംഗത്തും ഒട്ടേറെ മികച്ച സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഒട്ടേറെ അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയെയാണ് ഈ വിരമിക്കലിലൂടെ നമ്മുടെ വകുപ്പിന് നഷ്ടമാകുന്നത്. സംസാരത്തിലെ മിതത്വം, ആശയങ്ങളിലെയും അഭിപ്രായങ്ങളിലെയും ദൃഢത എന്നിവയാണ് സാറിന്റെ വ്യക്തിത്വത്തിൽ ഏറെ പ്രതിഫലിക്കുന്നത്. നികുതി നിയമങ്ങളിലെയും സർവീസ് നിയമങ്ങളിലെയും സംശയ ദൂരീകരണത്തിന് ഏവർക്കും ആശ്രയിക്കാവുന്ന ഒരിടമാണ് നമ്മുടെ രാജു സാർ. വിരമിക്കലിന് ശേഷമുള്ള വ്യക്തിജീവിതം ഏറെ സന്തോഷങ്ങൾ നിറഞ്ഞതും ആരോഗ്യപൂർണവുമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നന്ദി. ഷക്കീല മേഡത്തിനായി തയ്യാറാക്കിയ ഒരു വീഡിയോ കാണാം. ജനനം. പ്രാഥമിക വിദ്യാഭ്യാസം RILP സ്കൂൾ എടത്തിരിഞ്ഞിയിലും UP HS പഠനം HDPS HS എടത്തിരിഞ്ഞിയിലും പൂർത്തിയാക്കി. പ്രീ ഡിഗ്രി ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ്സിലും ഇരിഞ്ഞാലക്കുട PG സെന്ററിൽ നിന്ന് MA എക്കണോമിക്സിൽ ബിരുദാനന്തര ബിരുദവും നേടി. 1996 ഓഗസ്റ്റ് മാസം 5-ാം തീയതി കൊടുങ്ങല്ലൂർ സ്വദേശിയായ ശ്രീ സലീമിന്റെ ജീവിത പങ്കാളിയായി. വിവാഹശേഷം കൊടുങ്ങല്ലൂരുള്ള ഒരു പ്രൈവറ്റ് കോളേജിൽ അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു. അങ്ങനെയിരിക്കെ 2008 ഗവൺമെന്റ് സർവീസിൽ പ്രവേശിച്ചു. തൃശൂർ ഓഡിറ്റ് അസസ്മെന്റ് കാര്യാലയത്തിൽ ND ക്ലർക്കായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. തുടർന്ന് ഇരിഞ്ഞാലക്കുട, കൊടുങ്ങല്ലൂർ, ആലുവ എന്നീ ഓഫീസുകളിൽ ക്ലർക്ക് ആയി സേവനം തുടർന്നു. 2017 ഇൻസ്പെക്ടറായി പ്രൊമോഷൻ ലഭിച്ച് വയനാട് ജില്ലയിലെ കൽപ്പറ്റ AIT ഓഫീസിൽ ജോലിയിൽ പ്രവേശിച്ചു. JC ഓഫീസ് തൃശൂരിലും ഇരിഞ്ഞാലക്കുട ST ഓഫീസിലും ഇൻസ്പെക്ടറായി തന്റെ മികച്ച സേവനം കാഴ്ചവെച്ചിട്ടുണ്ട്. 2019 മാഡം അന്നത്തെ IB അതായത് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ചിൽ ജോയിൻ ചെയ്തത്. തന്റെ അഭിരുചികൾക്ക് ചേർന്നു പോകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് IBയിൽ എന്ന് മനസ്സിലാക്കിയ മാഡം അവിടെ കാഴ്ചവെച്ചത് വാക്കുകൾക്ക് അതീതമായ ഒരു പ്രവർത്തന മികവാണ് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അന്ന് IBയിലെ പെൺപുലിയായ ജ്യോതിലക്ഷ്മി മാഡത്തോടൊപ്പം പ്രമാദമായ പല ഇന്റലിജൻസ് കേസുകളിലും തന്റെ പ്രവർത്തന മികവ് മാഡം തെളിയിച്ചിട്ടുണ്ട്. സിഗരറ്റ് വിൽപ്പന തട്ടിപ്പ് കേസ്, അടക്കയുടെ ഫേക്ക് ഇൻവോയ്സ് കേസ്, തുടർന്നുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ചരിത്രത്തിൽ ഇടം നേടിയ അറസ്റ്റ് എന്നിവയിലും മാഡം പങ്കാളിയായിരുന്നു. പുതിയ കേസുകൾ കണ്ടെത്തുന്നതിലും അതിൽ നിന്നുള്ള നികുതി ചോർച്ച കണ്ടെത്തി അത് സർക്കാരിലേക്ക് അടപ്പിക്കുന്നതിലും മാഡത്തിനുള്ള പ്രാവീണ്യം ചെറുതൊന്നുമല്ല. 2023 ജനുവരി 12 നിലവിൽ വന്ന റീസ്ട്രക്ചറിംഗിൽ തൃശൂർ ഇന്റലിജൻസ് യൂണിറ്റിൽ നിയമിതയായ ശേഷം തന്റെ അനുഭവ സമ്പത്തും പ്രവർത്തന മികവും സഹപ്രവർത്തകർക്കു കൂടി പകർന്നു നൽകിയ മാഡത്തിന്റെ സേവനം വിലമതിക്കാനാകില്ല. GST ഇന്റലിജൻസ് വിങ്ങിൽ അഭിമാന നേട്ടങ്ങൾ കൈവരിച്ച എല്ലാ ഇന്റലിജൻസ് ഓപ്പറേഷൻസിലും മാഡത്തിന്റെ ഊർജ്ജസ്വലതയും ചുറുചുറുക്കും രാപ്പകൽ നേടുന്ന ഓരോ പരിശോധനാ വേളയിലും ആദ്യാവസാനം വരെ ഒരേ ഉന്മേഷത്തോടെ പോസിറ്റീവായി നിൽക്കുന്ന മാഡത്തിനെ സഹപ്രവർത്തകർ അത്ഭുതത്തോടെ നോക്കി കാണാറുണ്ട്. ഈ ഒരു റിട്ടയർമെന്റിലൂടെ നമുക്ക് നഷ്ടമാകുന്നത് ഈ ഊർജ്ജസ്വലതയും പ്രാവീണ്യവുമാണ്. മാഡത്തിന്റെ ഭർത്താവ് ശ്രീ സലീം ESI ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്നു. മകൾ ഹർഷിത വിവാഹിതയാണ്. മരുമകൻ ജൗഹർ, രണ്ടുപേരും വിദേശത്ത് താമസിക്കുന്നു. മകൻ മുഹമ്മദ് ഹാഫിസ് MSW PG ചെയ്യുന്നു. മാത്രമല്ല ഹാഫിസ് ഒരു നല്ല കലാകാരൻ കൂടിയാണ്. ഇനി കുടുംബത്തോടൊപ്പമുള്ള മാഡത്തിന്റെ വിശ്രമ ജീവിതം ഏറ്റവും മനോഹരമാണ്.
വടക്കാഞ്ചേരിക്കടുത്ത് വേലൂർ എന്ന ഗ്രാമത്തിൽ പറക്കൂട്ട് വീട്ടിൽ വെട്ടിക്കുട്ടി മാധവി ദമ്പതിമാരുടെ മൂന്നാമത്തെ മകനായി 1969 മെയ് 31 ജനിച്ച ശ്രീ പ്രമോദ് കുമാർ തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം വേലൂർ സെന്റ് സേവിയേഴ്സ് LP സ്കൂൾ, തയ്യൂർ ഗവൺമെന്റ് UP സ്കൂൾ, വേലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലുമായി പൂർത്തിയാക്കി. തുടർന്ന് പ്രീ ഡിഗ്രി പഠനം പ്രൈവറ്റായും ധനതത്വശാസ്ത്രത്തിലെ ബിരുദം കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നുമായി പൂർത്തീകരിച്ചു. അന്നു മുതൽ ഒരു സർക്കാർ ജോലിക്കായിട്ടുള്ള പരിശ്രമം ആരംഭിക്കുകയും 1998 ഡിസംബർ 4 കേരള റവന്യൂ വകുപ്പിൽ വില്ലേജ് മാൻ ആയി ജോലിയിൽ പ്രവേശിക്കുകയും തുടർന്ന് 2004 ഡിസംബർ 2 ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റായി അന്നത്തെ വാണിജ്യ നികുതി വകുപ്പിന്റെ തൃശൂർ ഇന്റലിജൻസ് IAC കാര്യാലയത്തിൽ ജോലിയിൽ പ്രവേശിച്ച് നമ്മുടെ വകുപ്പിന്റെ ഭാഗമായി. 2014 സീനിയർ ക്ലർക്കായി സ്ഥാനക്കയറ്റം ലഭിച്ച പ്രമോദ് സർ തൃശൂർ ഡെപ്യൂട്ടി കമ്മീഷണർ കാര്യാലയം, IAC കാര്യാലയം, ഇരിഞ്ഞാലക്കുട തുടങ്ങിയ വിവിധ കാര്യാലയങ്ങളിൽ പ്രവർത്തിച്ചു. 2021 അസിസ്റ്റന്റ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ച അദ്ദേഹം കൽപ്പറ്റ മൊബൈൽ സ്ക്വാഡ്, തൃശൂർ കുന്നംകുളം എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചു. പുനഃസംഘടനയ്ക്ക് ശേഷം വകുപ്പ് ഒട്ടേറെ പ്രതീക്ഷ പുലർത്തുന്ന അരിയർ റിക്കവറി വിഭാഗത്തിന്റെ സേവനത്തിലേക്ക് 2024 പ്രവേശിക്കുകയും ഇന്നേ ദിവസം വരെ തന്റെ കർമ്മമണ്ഡലത്തിൽ തന്നെ നിന്നുകൊണ്ട് കഴിയും വിധം കർമ്മനിരതനായിരിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് തന്നെയാണ് പ്രമോദ് സാർ പടിയിറങ്ങുന്നത്. കണ്ണൂരിലെ എടയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ അധ്യാപികയായ ശ്രീമതി ഗീബയാണ് പ്രമോദ് സാറിന്റെ ജീവിത പങ്കാളി. ബിരുദ പഠനം പൂർത്തീകരിച്ച ശേഷം PSC, SSC പരീക്ഷാ പരിശീലനം നടത്തിവരുന്ന മകൾ ആര്യയും തൃശൂർ കേന്ദ്രീയ വിദ്യാലയത്തിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ അർജുൻ ദേവ് മകനുമാണ്. തന്റെ വ്യക്തി ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ആഴവും പരപ്പുമുള്ള ഒട്ടേറെ സൗഹൃദങ്ങൾ ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന പ്രമോദ് സാർ ഒറ്റയ്ക്കും കൂട്ടായതുമായ യാത്രകളെ ഏറെ ഇഷ്ടപ്പെടുന്നു. സാറിന്റെ ശിഷ്ടജീവിതം തന്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കും വിധം വർണ്ണാഭമായി തീരട്ടെയെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ മംഗളാശംസകളും ഈ വകുപ്പിന്റെ പേരിൽ നേർന്നുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ജോബി മേഡം 1969 മെയ് 21 കൂനമൂച്ചി ആറങ്ങാശ്ശേരി ജേക്കബിൻ്റെയും ത്രേസ്യയുടെയും പെൺമക്കളിൽ മൂന്നാമത്തെ മകളായി ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം കൂനമൂച്ചി സെന്റ് തോമസ് UPSലായിരുന്നു. ചൂണ്ടൽ ലേഡി ഇമ്മാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിൽ ആയിരുന്നു തുടർ പഠനം. പ്രീ ഡിഗ്രി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലായിരുന്നു. 1993 മെയ് 30 മുല്ലശ്ശേരി എടക്കളത്തൂർ പനക്കൽ ശ്രീ ഡേവിസുമായി വിവാഹം. അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ഹെഡ് അക്കൗണ്ടന്റായി വിരമിച്ചു. ആ ദാമ്പത്യവല്ലരിയിൽ 2 മക്കൾ, അമൽ ഡേവിസ്, അഞ്ജലി ഡേവിസ്. മകൻ അമൽ ഡേവിസ് ഇസാഫിലും മകൾ അഞ്ജലി PWD ഡിപ്പാർട്ട്മെന്റിലും ജോലി ചെയ്യുന്നു. 2 പേരും വിവാഹിതരാണ്. മരുമക്കൾ ടിൻഡോ, ലറ്റീഷ്യ. 2004 നവംബർ 19 മുല്ലശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓഫീസ് അറ്റൻഡന്റായി തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. 12 കൊല്ലം ആ സ്കൂളിൽ ജോലി ചെയ്തു. 2016 ഡിസംബർ 1 സംസ്ഥാന ചരക്കു സേവന നികുതി വകുപ്പിൽ ബൈ ട്രാൻസ്ഫർ മുഖേന അന്നത്തെ തൃശൂർ DCയിൽ ജോലിയിൽ ജോയിൻ ചെയ്ത് ഫസ്റ്റ് സർക്കിളിൽ ജോലിയിൽ പ്രവേശിച്ചു. 2017 സ്പെഷ്യൽ സർക്കിളിലേക്ക് ട്രാൻസ്ഫറായി. തുടർന്ന് 11/10/2018 തൃശൂർ DCയിലും 8/6/2019 ചാവക്കാട് സർക്കിൾ ഓഫീസിലേക്കും ട്രാൻസ്ഫറായി. 18/1/2025 ASTO ആയി പ്രമോഷൻ ലഭിച്ചതിനെ തുടർന്ന് മണ്ണുത്തി ടാക്സ് ഫെയർ സർക്കിളിൽ ജോലി ചെയ്തു വരുന്നു. പ്രിയപ്പെട്ട ജോബി മേഡത്തിന് ആ നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി തൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതം സഫലതയോടെ മംഗളങ്ങളോടെ ജീവിച്ചു തീർക്കാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിശിഷ്ടാതിഥികളായ ശ്രീ രാജു ജോസഫ്, ഡെപ്യൂട്ടി കമ്മീഷണർ ബോഡി ഡിവിഷൻ, ശ്രീമതി ഷക്കീല, ഇന്റലിജൻസ് ഇൻസ്പെക്ടർ, ശ്രീ പ്രമോദ്, ശ്രീമതി ജോബി.
അതുപോലെ വേദിയിൽ സന്നിഹിതരായ നമ്മുടെ ബഹുമാനപ്പെട്ട അഡീഷണൽ കമ്മീഷണർ ശ്രീ ജബ്സൺ സർ, ജോയിന്റ് കമ്മീഷണർ അപ്പീൽസ് ശ്രീ അഭിലാഷ്, ജോയിന്റ് കമ്മീഷണർ ഓഡിറ്റ് ശ്രീ അബ്ദുൽ ലത്തീഫ്, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മറ്റ് സുഹൃത്തുക്കളെ, GST കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാ മെയ് മാസത്തിലെയും പോലെ ഇപ്രാവശ്യവും വിരമിക്കലിൻ്റെ ഒരു കൂട്ട ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് 2 വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം നമ്മുടെ ജില്ലയിൽ വിരമിക്കലിന് ആളുകളുടെ എണ്ണം കുറവാണ്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ എനിക്ക് തോന്നുന്നു 7 or 8 ആളുകളെങ്കിലും ചുരുങ്ങിയത് റിട്ടയർ ചെയ്യുന്നുണ്ടായിരുന്നു ഈ മാസത്തിൽ. ഇനി നമ്മുടെ ഇന്ന് റിട്ടയർ ചെയ്യുന്നതിൽ പ്രമുഖനായിട്ടുള്ള ഡെപ്യൂട്ടി കമ്മീഷണർ ശ്രീ രാജുവിനെ കുറിച്ച് 2 വാക്ക്. രാജു നീണ്ട 28 വർഷത്തെ സർവീസിന് ശേഷമാണ് ഇന്ന് വിരമിക്കുന്നത്. ഒരു LD ക്ലാർക്കായിട്ട് കയറിയിട്ട് ഡെപ്യൂട്ടി കമ്മീഷണറായിട്ട് വിരമിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് അസാധ്യമായ കാര്യമാണ്. വളരെ കുറച്ച് പേർക്ക് മാത്രമേ അവസ്ഥ ലഭിക്കാറുള്ളൂ. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ ഹാർഡ് വർക്കിംഗ് ആണ്, വളരെ ഇൻറ്റഗ്രിറ്റി ഉള്ള ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പത്നി ഇവിടെ എത്തിയിട്ടുണ്ട്. 2 കുട്ടികളും നല്ല രീതിയിൽ പഠിക്കുന്നു. ഒരാൾ PSCക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, PSCയിൽ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്തത് നമ്മുടെ ഷക്കീലയാണ്. ഷക്കീലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഷക്കീലൻ്റെ കൂടെ ഇരിങ്ങാലക്കുടയിൽ വർക്ക് ചെയ്തിരുന്നു. ആ സമയത്ത് സെക്കൻഡ് അപ്പീൽ ഫയലാണ് ചെയ്തിരുന്നത്. അന്ന് കാലത്ത് ഈ സെക്കൻഡ് അപ്പീൽ ഫയലുകളൊന്നും കാര്യമായിട്ട് ചെയ്യാനും പണിയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതി പറഞ്ഞിരിക്കുന്ന ആളാണ്. അതിനിടയിൽ അവർക്ക് ട്രാൻസ്ഫർ ലഭിച്ചു. വയനാടക്കല്ല ആലുവയിലേക്ക് ട്രാൻസ്ഫർ ലഭിച്ചപ്പോൾ, സാറേ ഞാൻ എങ്ങനെ പോവും, ഇത്ര അധികം വഴി എങ്ങനെ പോവും എന്ന് ചോദിച്ച് അന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് ഷൈനിമേടായിരുന്നു കോഴിക്കോടത്തെ. അന്ന് പറഞ്ഞുകൊണ്ട് ആലുവയിലേക്ക് ട്രാൻസ്ഫർ എങ്ങനെയെങ്കിലും മേടിച്ച് തരണം എന്ന് പറഞ്ഞു. ആലുവയിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയതായിട്ട് ഓർമ്മ. അന്ന് ഓർഡർ കിട്ടി. അതിനുശേഷം അവിടെ ഇരുത്തിയൊരു 6 മാസം കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു. അതിനിടയിൽ വീണ്ടും വയനാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. അപ്പോൾ അതിനിടയിൽ കഴിഞ്ഞ ഒരു ദിവസം സ്പെഷ്യൽ കമ്മീഷണർ വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു സംഭാഷണം ഉണ്ടായിരുന്നു. സ്പെഷ്യൽ കമ്മീഷണർ വളർന്നതും പഠിച്ചു നോക്കുക വയനാടാണ്. അപ്പോൾ വയനാട് വളരെ നല്ല സ്ഥലമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഷക്കീല പറയണം, അതെ സാറേ വളരെ നല്ല സ്ഥലമാണ്, അപ്പോൾ കുറച്ച് പേരെ അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ഷക്കീല പറയാണ്, അത് സാറേ എല്ലാവരും കുറച്ച് പേരെ ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്, പ്രസിഡന്റ് മുഖത്തേക്ക് ഒന്ന് നോക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ഷക്കീല പ്രൊമോഷനായിട്ട് വയനാട് പോയപ്പോൾ ഷക്കീല എന്നെ വിളിച്ചു, സാറേ ഇങ്ങോട്ട് വരാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെയെങ്കിലും ഒരു സ്ഥലത്തൊന്ന് പറഞ്ഞു തരണം. അന്ന് വയനാട് JC ആയിരുന്നത് ഇന്നത്തെ ഡാൻസ് മാസ്റ്ററും ജോയിന്റ് കമ്മീഷണർ അപ്പീൽസുമായ അഭിലാഷ് സാറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിചയത്തിൽ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വിളിച്ച്, എനിക്കറിയില്ല സ്ഥലം അതിനെക്കുറിച്ചായിട്ട് ജോഗ്രഫി അറിയാത്തതുകൊണ്ട് അവിടെ ഏതായാലും ഇങ്ങോട്ട് വരാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്ത് തന്നെ അവർക്ക് പോസ്റ്റിംഗ് കൊടുത്തു എന്നാണ് എൻ്റെ അറിവ്. അപ്പം ഞാൻ ഷക്കീൽ ഇങ്ങനെയുള്ള ആളാണോ നിങ്ങൾ ഈ വയനാട് നല്ലതാണെന്ന് പറയുന്നത് ചോദിച്ചു. ഏതായാലും സ്പെഷ്യൽ കമ്മീഷണർ വളരെയധികം അവരെ അഭിനന്ദിച്ചുകൊണ്ടാണ് ഞാൻ ഇരിക്കലായിരുന്നു. വളരെയധികം അഭിനന്ദിച്ചു. അതായത് ഇൻ്റലിജൻസ് മേഖലയിൽ അവർ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. സിഗരറ്റ് കമ്പനിക്കാരോ വിൽപ്പനക്കാരൊന്നും ഇവരുടെ വീടിൻ്റെ ഭാഗത്തുകൂടെയും പോകുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അവരെ പിടിച്ച് അറസ്റ്റിലാക്കും എന്നുള്ള രീതിയിലാണ് ചെയ്തിരുന്നത്. പിന്നെ ഷക്കീൽ നല്ലൊരു ഓർഗനൈസറും കൂടിയാണ്. അവർ കഴിഞ്ഞ തവണ മിനിയുടെ റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരുന്നു. അതിൽ അത്രയും നന്നായിട്ട് ആ ടൂർ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിരുന്നു. അവർക്ക് റിട്ടയർമെൻറ്റിലെ എല്ലാ മംഗളങ്ങളും നേരുന്നു. അടുത്തത് ശ്രീ പ്രമോദ്. ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചേർന്നതിന് ശേഷം ഇൻ്റലിജൻസിൽ വർക്ക് ചെയ്യുമ്പോഴാണ് പ്രമോദിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് ഈ കാണുന്ന പ്രമോദല്ലാന്ന് എൻ്റെ ഓർമ്മ. നല്ല താടിയൊക്കെ വെച്ച് വലിയൊരു ഭീകരനെ പോലെയായിരുന്നു ഇരുന്നിരുന്നത്. ഇപ്പോൾ വളരെ സൗമ്യനായി താടിയൊക്കെ ഒഴിച്ചിരിക്കുകയാണ്. അദ്ദേഹം നന്നായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ അരിയർ റിക്കവറിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഇവിടേക്ക് പോസ്റ്റിംഗ് കൊടുത്തപ്പോൾ പറഞ്ഞിരുന്നു നന്നായി വർക്ക് ചെയ്യണം, നല്ല കളക്ഷൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പോൾ പറഞ്ഞു 2.5 കോടിയുണ്ട് ഈ മാസം, അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അരിയർ റിക്കവറി DC-യും അദ്ദേഹത്തെ വളരെയധികം അഭിനന്ദിച്ചു. ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുകയാണ്. അടുത്ത ജോബിയെ കുറച്ച് നാളുകളായിട്ട് എനിക്ക് പരിചയമുള്ളൂ. എങ്കിൽ പോലും വളരെ നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ള വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർക്കും
എല്ലാവിധ നന്മകളും റിട്ടയർമെൻറ്റ് ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അവസാനം വിളിച്ചാൽ ഹരി നേരത്തെ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. വിളിക്കാതെ വന്ന അതിഥിയാണ്. അപ്പൊ അങ്ങേര് പതുക്കെ വന്ന എന്തായാലും ഞാനിവിടെ അവിചാരിതമായി വന്നതാണ്.
നിങ്ങളെയൊക്കെ കാണാനും ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനും എനിക്ക് സാധിച്ചതിൽ വളരെ നന്ദിയുണ്ട്. കൂടുതൽ ഹരി പറഞ്ഞുകൊണ്ടല്ല, പൊതുവെ ഇത്തിരി തിരക്കുണ്ട്. അതുമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇന്ന് ഫങ്ഷൻസ് ഉണ്ട്. ഇതിൽ ആദ്യമായിട്ട് അധ്യക്ഷൻ സുരേഷ്, മറ്റ് എൻ്റെ സുഹൃത്തുക്കളായ ജോയിന്റ് കമ്മീഷണേഴ്സ്, ഇന്നത്തെ വിശിഷ്ടാതിഥികളായ രാജു, ഷക്കീല, ജോബി, പ്രമോദ്, ഇതിൽ 4 പേരും ഞാൻ ഒരുമിച്ച് ഔദ്യോഗിക നിർവഹണത്തിന്റെ ഭാഗമായി അടുത്തിടപഴകിയിട്ടുള്ളവരാണ്. രാജു ഒരു ഓഫീസർ, ഒരു JC എന്നുള്ള നിലയിലും, ജോബി മാത്രമാണ് ഞാൻ കൂടെ വർക്ക് ചെയ്യാത്തത്. പക്ഷെ ജോബി ആണ് ഞാനുള്ളപ്പോഴാണ് വന്ന് ആദ്യമായി ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായി അറിയാം. ഇതിൽ എനിക്ക് ആദ്യം പറയാനുള്ളത് ഷക്കീലയാണ്. ഷക്കീല JC പഴയ DC ഓഫീസിൽ സ്ക്രൂട്ടിനി മൊഡ്യൂളിന്റെ ചാർജാണ് ഞാൻ കൊടുത്തത്. വളരെ ഭംഗിയായ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു. ഓഫീസേഴ്സിന്റെ മിസ്റ്റേക്ക് എല്ലാം വളരെ കൃത്യമായി കാണിച്ചു തന്നത് റെക്ടിഫൈ ചെയ്യാനും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വളരെ സിൻസിയറായിട്ട് ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫാണ് ഷക്കീല. അദ്ദേഹത്തിന് ഭാവിയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. ഭാവി എന്താണെന്നുള്ള തീരുമാനം എടുത്തിട്ടോന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് പണ്ടൊക്കെ നമുക്ക് ഫീൽഡ് ഓപ്പൺ ആയി കിടന്നിരുന്നത് ടാക്സ് പ്രാക്ടീസ് എന്നുള്ള ഒരു ഫീൽഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഇനി അത് എത്ര പ്രാക്ടിക്കലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ, ഷീ ഈസ് വെരി യങ്. പിന്നെ മറ്റൊരു കാര്യം പറയാൻ വന്നത്, ഇന്ന് ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. വീട്ടിൽ ചെന്നിട്ട് ഞാൻ അമ്മോട് ചോദിക്കും, നിങ്ങൾ തന്നെ സ്കൂളിൽ ചേർത്തപ്പോൾ വയസ്സെങ്ങാനും കുറച്ചെങ്ങാനും കാണിച്ചോ എന്ന് ചോദിക്കും. കാരണം എല്ലാവരും വളരെ ചെറുപ്പക്കാരാണ് റിട്ടയർ ചെയ്യുന്ന എല്ലാവരും. അപ്പൊ അദ്ദേഹം ഇനിയും ഊർജ്ജസ്വലമായി പുതിയ മേഖലകൾ കണ്ടെത്തട്ടെ. ഭാവി ജീവിതത്തിൽ അദ്ദേഹത്തിനും കുടുംബത്തിനും എൻ്റെ എല്ലാവിധ ആശംസകളും. പിന്നെയുള്ളത് പ്രമോദ് ഞാനുമായിട്ട് ഒരു പെശക സീറ്റിലായിരുന്നു പ്രമോദ് ഇരുന്നിരുന്നത്. സുരേഷിന്റെ അപ്രീസിയേഷൻ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാനെന്നും അത്ര സുഹൃത്തിലല്ല പ്രമോദിനോട്. വേറൊന്നല്ല, ഈ 6 സീറ്റിലിരിക്കുന്ന ഒരു സ്റ്റാഫും മേലുദ്യോഗസ്ഥനായിട്ട് നല്ലൊരു കോഡിയൽ റിലേഷൻ ഉണ്ടാവാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എന്റെ പ്രത്യേകതയാണെന്ന് അറിയില്ല. എന്ത് തന്നെയായാലും കളക്ടർ 6 തലേദിവസമാണ് ഇതൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി എടുക്കുക. അപ്പൊ ഇതിലെ ഓരോ കാര്യങ്ങളും ചോദിക്കും, ഇതെന്താ എമൗണ്ട് റിക്കവർ, ഇത് നോ ആക്ഷൻ, അത് എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നതിന്റെ ലിസ്റ്റ് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അത് സാറേ അതങ്ങനെയാണ്, അത് വേറൊന്നും ചോദിക്കില്ല, കളക്ടറും ചോദിക്കും. പ്രമോദിന് അതിൻ്റെതായ രീതിയിൽ ചിരിച്ചത് ഡീൽ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. എങ്കിലും വളരെ കൃത്യമായി തന്നെ പരമാവധി 6 പൊസിഷനൊക്കെ എനിക്ക് മീറ്റിങ്ങിൽ എടുത്തു തരും. വളരെ ഷോർട്ട് നോട്ടീസിലാണെങ്കിലും പെട്ടെന്ന് ഡാറ്റയൊക്കെ എടുത്ത് കളക്ട് ചെയ്തിരുന്ന നല്ലൊരു ഊർജ്ജസ്വലനായ ഒരു സ്റ്റാഫാണ്. മാത്രമല്ല എപ്പോഴും ചിരിച്ച മുഖം കൊണ്ട്, ചീത്ത പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ആളുകൾ ശരി ചിരിക്കും. അപ്പോൾ പ്രമോദും വളരെ ചെറുപ്പവും ആരോഗ്യവാനുമാണ്. ഇനിയുള്ള കാലം അദ്ദേഹത്തിന്റെ കർമ്മപദം, വൈഫ് ടീച്ചറാണ്. അപ്പോൾ വേണമെങ്കിൽ ഒരു ട്യൂഷൻ സെന്ററൊക്കെ വേണമെങ്കിൽ തുടങ്ങാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. എന്തായാലും ഭാവി ജീവിതത്തിൽ അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ജോബിയെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ അടുത്തറിയുന്നതാണ്. കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിട്ടില്ലെങ്കിലും ജോയിൻ ചെയ്ത് എൻ്റെ അടുത്താണ്, DC ഓഫീസിലാണ്. ജോബിക്കും ഇനി ഇപ്പോൾ പണ്ട് ടൈപ്പിസ്റ്റുമാർക്കൊക്കെ DTP വർക്ക് അങ്ങനെ സെന്ററൊക്കെ സ്കോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം അതും വലിയ കഷ്ടത്തിലാണ്. എങ്കിലും ഇനി പള്ളി അങ്ങനെയുള്ള കാര്യങ്ങളായി ജീവിക്കാതെ കുറച്ചും കൂടി സോഷ്യൽ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ജോബിക്കും ഭാവി ജീവിതത്തിൽ അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവരെയും നേരിട്ട് കണ്ട് സംസാരിക്കണമെന്നൊക്കെ ഉണ്ട്. ഞാൻ അല്പം തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊരു അവസരത്തിൽ കാണാം. സമയമുണ്ടെങ്കിൽ രാജുവിൻ്റെ അവിടെ ഒന്ന് കയറണമെന്നുണ്ട്. മാത്രമല്ല നമ്മുടെ JSന്റെ ഹസ്ബൻഡിന്റെ ഒരു പരിപാടി വിളിച്ചിട്ടുണ്ട്, അവിടെ ഒന്ന് കയറണമെന്നുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും. താങ്ക് യു. യോഗാധ്യക്ഷൻ ശ്രീ സുരേഷ്, ആദരണീയായ ജപ്സൻ സാർ, ഇന്നത്തെ വിശിഷ്ടാതിഥികളായ ജോബി, പ്രമോദ്, രാജു, ഷക്കീല, അവരുടെ പ്രിയ കുടുംബാംഗങ്ങളെ, പ്രിയ സുഹൃത്തുക്കളെ,
ജെപ്സൺ സാർ സൂചിപ്പിച്ച പോലെ ഈ ജോബിയല്ല, നമ്മുടെ ഫോട്ടോഗ്രാഫർ ജോബിക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അദ്ദേഹം സുരേഷിന്റെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു സുരേഷ് അല്ല റിട്ടയർ ചെയ്യുന്നത്, ബാക്കിയുള്ള വ്യക്തികളാണ്. കാരണം വേദിയിൽ ഇരിക്കുന്നവരാണോ, ആശംസ പ്രാസംഗികരാണോ റിട്ടയർ ചെയ്യുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് നാം എല്ലാവരും. എന്ത് തന്നെയായാലും ഇവരുടെയെല്ലാം ഈ യുവത്വവും ആരോഗ്യവും എന്നും ഇതുപോലെ തന്നെ ഉണ്ടായിരിക്കട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു. ഈ നാലുപേരുടെയും ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നറിയില്ല. എന്ത് തന്നെയായാലും 4 പേരും എന്നോടൊപ്പം പല വിഭാഗങ്ങളിലായി പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. ജോബിയാണ് അന്ന് ഞാൻ DC ആയിട്ട് വരുമ്പോ എന്റെ കൂടെ ജെപ്സൺ സാറി വിശേഷിപ്പിച്ച 6ാം സീറ്റിലുണ്ടായിരുന്നത്. പ്രമോദ് എന്നെ കണ്ടപ്പോ തന്നെ വേഗം അവിടുന്ന് ഓടിപ്പോയി. 6ാം ഞാൻ വരുമ്പോ പ്രമോദായിരുന്നു. പ്രമോദ് എന്നെ കണ്ടതും അവിടുന്ന് വേഗം പോയി. പിന്നീട് ജോബി ആയിരുന്നു ആ സീറ്റിലുണ്ടായിരുന്നത്. കുഴപ്പമൊന്നുമില്ലാതെ പോയി എന്നാണ് ജോബി പറയുന്നത്. ഇപ്പൊ ജെപ്സൺ സാർ ഇങ്ങനെ പ്രസംഗിക്കുമ്പോഴാണ് ചോദിച്ചു, സാറേ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന്. കുഴപ്പമുണ്ടാകും, കാരണം വെച്ചാൽ ആ ലിസ്റ്റ് ആരും നോക്കാറില്ല. ലിസ്റ്റ് ഒരിക്കലും കറക്റ്റ് ആവില്ല. അപ്പൊ ഇവര് തരുന്ന ഫിഗർ നമ്മൾ പറയും. അതങ്ങനെ പോയി. എന്ന് തന്നെയായാലും തന്നിൽ ഏൽപ്പിച്ച കർത്തവ്യം ജോബി വളരെ കൃത്യമായി തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്രമോദായിട്ട് ഇന്റലിജൻസിലുള്ള കാലം മുതലേയുള്ള പരിചയമാണ്. തുടർന്ന് അങ്ങോട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും അത് ഔദ്യോഗികം മാത്രമാണ്. സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രമോദിന്റേതായ കാരണങ്ങൾ ഉണ്ടാകും പ്രമോദിന്റെ ജോലി ചെയ്യുന്നതിന്. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം. തന്റെ ഏൽപ്പിച്ച കർത്തവ്യങ്ങളെല്ലാം തന്നെ കൃത്യമായി അദ്ദേഹം ആ കാലഘട്ടങ്ങളിൽ പൂർത്തീകരിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിനും തുടർന്നുള്ള ജീവിതം സന്തോഷകരമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നീട് നീ ഷക്കീലയെ JCTPS സുരേഷ് സൂചിപ്പിച്ച പോലെ പരിചയപ്പെടുന്നത്, ഞങ്ങൾ തൃശ്ശൂർ ജില്ലക്കാരാണെങ്കിലും ഞാൻ കൂടുതൽ പറയില്ല, കാരണം എന്റെ ഭാര്യ വീടിന്റെ അടുത്താണ് ഷക്കീലയുടെ വീട്. കാരണം ചിലപ്പോൾ എന്തെങ്കിലും പോയി പറഞ്ഞു കൊടുക്കും. വയനാട് വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത്. സുരേഷ് പറഞ്ഞു വയനാട് 3 മാസത്തോളം അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ. പക്ഷെ ഞാൻ സത്യത്തിൽ കണ്ടിട്ടൊന്നുമില്ല 3 മാസം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എത്ര ദിവസം ഉണ്ടായിരുന്നു? 3 മാസം ഉണ്ടായിരുന്നു. എത്ര ദിവസം ജോലിക്കുമെന്ന് ചോദിച്ചത്. അങ്ങനെ പക്ഷെ അന്ന് വളരെ റെക്കമെൻഡേഷനോടുകൂടി വന്നു. പിന്നീട് വളരെ അഭൂതപൂർവമായ ഒരു വളർച്ചയാണ് ഷക്കീലയിൽ കണ്ടത്. ഇന്റലിജൻസ് തന്റെ കൈകളിലിട്ട് അമ്മാനമാടുന്നു. തന്റെ വ്യക്തി ജീവിതത്തിലും ആ ഇന്റലിജൻസ് ഷക്കീല കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം മോളുടെ കല്യാണം ആരും അറിഞ്ഞില്ല. ദുബായിക്ക് പോയത് JCTPS അപ്ലിക്കേഷൻ ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ എപ്പോഴാണ്. അപ്പോ ആ ഇന്റലിജൻസ് എന്നും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്ത് തന്നെയായാലും ഇന്റലിജൻസ് മേധാവിയെ വരെ നമ്മളുടെ ജില്ലയ്ക്ക് കൂടുതൽ നമ്മുടെ ജില്ലയിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാൻ ഷക്കീല മൂലം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നും ഈ ആത്മാർത്ഥതയും കർത്തവ്യബോധവും തുടർന്നുള്ള ജീവിതത്തിലും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് രാജുവുമായിട്ടുള്ള ബന്ധവും. രാജുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു, തൻ്റെതായ വ്യക്തിത്വവും തൻ്റെതായ അഭിപ്രായവും എന്നും തൻ്റെ ജോലിയിൽ കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തെന്ന് പറയുന്നത് സെക്കൻഡ് സർക്കിളിലാണ്. അതെ, അത് പറഞ്ഞപ്പോഴാണ് വളരെ രസകരമായ ഒരു സംഭവമാണ്. സാധാരണ പോലെ ഒരു വിജിലൻസ് പരിശോധനയുമായി സെക്കൻഡ് സർക്കിളിൽ അന്ന് വിജിലൻസ് വരികയുണ്ടായി. രാജു ഒന്ന് ലീവായിരുന്നു. അറിഞ്ഞിട്ട് നേരത്തെ വരാതിരുന്നാണ്. രജിസ്ട്രേഷന്റെ പരാതിയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. രജിസ്ട്രേഷൻ ഡിലേ ആക്കുന്നു എന്നുള്ള പരാതി.
അപ്പൊ അത്രയും നാളും എനിക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു, എന്റേതാണ് ഏറ്റവും നല്ല ഹാൻഡ് റൈറ്റിംഗ് എന്ന്. അങ്ങനെ അവർ വന്ന് രജിസ്ട്രേഷന്റെ ഫയലുകൾ പരിശോധിക്കാൻ തുടങ്ങി. അവർ വേഗം അടച്ചു വെച്ച് അത് പോയി, കാരണം അവർക്കൊന്നും വായിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് രാജുവിന്റെ ഹാൻഡ് റൈറ്റിംഗ് കൊണ്ട് രക്ഷപ്പെട്ടത് അന്ന് ഞങ്ങളെല്ലാവരുമായിരുന്നു. അത് മാറ്റണം എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഇനിയുള്ള അദ്ദേഹത്തിന്റെ ജീവിതകാലം സന്തോഷകരമായിട്ട് എന്നും ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി 4 പേർക്കും അവർ ആഗ്രഹിച്ച പോലെയുള്ള വിശ്രമ ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. റിട്ടയർ ചെയ്യുന്ന 4 പേരിൽ എനിക്ക് എന്തെങ്കിലും സംസാരിക്കാൻ കഴിയുക രാജു ജോസഫിനെ കുറിച്ച് മാത്രമാണ്. ഞാൻ റീസ്ട്രക്ചറിങ് കഴിഞ്ഞ് തൃശ്ശൂർ ജില്ലയിൽ ജോയിൻ ചെയ്ത് മുതൽ 2 വർഷം ഓഡിറ്റ് വിങ്ങിൽ എൻ്റെ കൂടെ ഓഫീസറായും ഇപ്പം 5 മാസമായി DC ആയിട്ടും രാജു നമ്മുടെ കൂടെ ഉണ്ട്. രാജുവിൽ കണ്ടൊരു പ്രത്യേകത, രാജു നന്നായി പഠിക്കും, എല്ലാം നല്ല അപ്ഡേറ്റഡ് ആണ്. അക്കൗണ്ട്സ് നന്നായിട്ട് അറിയാം രാജുവിന്. രാജുവിന്റെ അക്കൗണ്ട്സ് ബാക്ക്ഗ്രൗണ്ട് എന്താ എനിക്കറിയില്ല, കോമേഴ്സ്. അക്കൗണ്ട്സ് നന്നായിട്ട്, അക്കൗണ്ടിങ് എൻട്രീസ് അതിന്റെ ഇന്റർപ്രിട്ടേഷനൊക്കെ ബ്രില്യൻ്റ് ആണ് രാജു. രാജുവിന്റെ ഒരു കഴിവുകൊണ്ട് രാജുവിനെ നമ്മൾ തുടങ്ങിയപ്പോൾ ക്ലാസ് ഒക്കെ എടുപ്പിച്ചു ഇവിടെ അല്ലേ, നമ്മൾ ഓരോ ടോപ്പിക്കൊക്കെ കൊടുത്ത്. രാജു ഓഡിറ്റ് നടത്തിയ കേസുകളെല്ലാം അങ്ങേറ്റം ഡെപ്തുള്ള കേസുകളായിരുന്നു, വലിയ ഡിമാൻഡുകളും. രാജുവിനോട് ഒറ്റ അഭിപ്രായ വ്യത്യാസമുള്ളൂ, രാജുവിന്റെ ഇടക്കിടക്ക് സാവധാനം സംസാരിക്കണം എന്ന് പറയുന്നത് ശരിയല്ലേ? നമ്മൾ പറയാറുണ്ട് വെൻ ഹേർട്ട് ഈസ് ഫുൾ വേർഡ്സ് ആർ ഫ്യൂ അല്ലേ, നമുക്ക് കുറച്ച് സംസാരിക്കാൻ കഴിയുള്ളൂ. രാജു വളരെ കാര്യമായിട്ടുള്ള എന്തെങ്കിലും പ്രസന്റ് ചെയ്യാൻ വരുന്നെങ്കിൽ രാജു ഭയങ്കര ആ ആവേശം സംസാരത്തിലും വാക്കുകളൊന്നും മുഴുവൻ മനസ്സിലാവില്ല. ഞാൻ രാജുവിനോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, AFCയിൽ നമ്മൾ കുറച്ചുകൂടെ സ്പീഡ് ലേശം കൂടെ കുറക്കണം. രാജുവിന്റെ എനിക്ക് തോന്നുന്ന BRD കാഴ്സിന്റെ കേസ്, അങ്ങനത്തെ വലിയ ഡിമാൻഡുള്ള കേസുകളൊക്കെ രാജുവിന്റെ ഒരു ബ്രില്യൻസ് കൊണ്ട് മാത്രം ക്രോസ് ചെയ്തിട്ടുള്ള കേസുകളാണ്. ശരിക്കും രാജുവിന്റെ ആ ഒരു സേവനം ഓഡിറ്റിൽ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് DC ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സത്യത്തിൽ. ഇപ്പോൾ പേഴ്സണലി രാജു എനിക്ക് തോന്നിയുള്ള രാജുവിന് എല്ലാ വിഷയത്തിലും ഒരു നിലപാടുണ്ട്. അത് നിലപാട് ചിലപ്പോൾ എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തോ ശരിയോ തെറ്റൊക്കെ ആയിരിക്കാം, എന്നാൽ പോലും രാജുവിനൊരു നിലപാടുണ്ട് എല്ലാ വിഷയത്തിലും. പൊളിറ്റിക്സ് ആണെങ്കിലും സൊസൈറ്റിയിലുള്ള നമ്മൾ എന്തെങ്കിലും വിഷയത്തിൽ സംസാരിക്കുകയാണെങ്കിലും GST ആണെങ്കിലും ഡിപ്പാർട്ട്മെന്റ് സർവീസ് ആണെങ്കിലും ഒക്കെ രാജുവിനൊരു നിലപാടുണ്ട്. അത് രാജാവിന്റെ വ്യക്തിത്വത്തിന്റെ ഒരു ലക്ഷണം കൂടി അവരുടെ ഒരു നിലപാടെന്ന് പറയുന്നത്. എന്തായാലും അങ്ങനത്തെ ഒരു മികച്ച, ഞാൻ എല്ലാ വിഷയങ്ങൾക്കും പലപ്പോഴും ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം വിളിക്കുന്ന ഒരാളും കൂടെ എന്തെങ്കിലും ഒന്ന് പറയാൻ, രാജു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ത് ചെയ്യണം. അത് രാജു പ്രായത്തിനേക്കാൾ ഇനി അതിനപ്പുറം ഒന്നും ആവും എൻ്റെ സർവീസിൽ, പക്ഷെ ആ ഒരു കാണിച്ച ഒരു പക്വതയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു സൂപ്പർവൈസർ ഓഫീസർ എങ്ങനെയായിരിക്കണം ജീവനക്കാരെ കൂടെ ഇരുന്ന് ജോലി ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് സർവീസ് മാറ്റേഴ്സ് ഒക്കെ രാജു കുറച്ചും കൂടെ നന്നായിട്ട് എക്സ്പെർട്ട് ആയിരുന്നു കാര്യങ്ങളൊക്കെ പഠിക്കാൻ. റിട്ടയർമെന്റ് എന്ന് പറയുന്നത് നമ്മളൊരു വിട പറയാനുള്ള ഒരു മീറ്റിംഗ് മാത്രമല്ല, അവരുടെ സർവീസിലെ നല്ല കാര്യങ്ങൾ ഓർത്തെടുക്കാനുള്ളതും കൂടിയാണ്. ആ അർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഈ രാജുവിന്റെ സർവീസ്, ഈ ഔദ്യോഗിക സേവനം, ഔദ്യോഗിക ജീവിതം വളരെ സാർത്ഥകമാണെന്ന് എൻ്റെ അഭിപ്രായം. പിന്നെ മറ്റുള്ള സുഹൃത്തുക്കളൊക്കെ ഞാൻ റീസെന്റ് ഇപ്പൊ ഇങ്ങനെ എപ്പോഴും കാണുന്ന ആളുകളാണ്, മോതാണെങ്കിലും ഷിക്കിലാണെങ്കിലും. ഈ ജോബിയെ മാത്രം എനിക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല. എന്തായാലും അവരുടെയൊക്കെ ഇവിടെ ഞാൻ കേട്ടെടുത്തോളം അവരുടെയൊക്കെ സർവീസ് ഡിപ്പാർട്ട്മെന്റ് വളരെ മാതൃകാപരമായിരുന്നു. അവരുടെ സേവനം ഡിപ്പാർട്ട്മെന്റ് ശരിക്കും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. 4 പേർക്കും അവരുടെ ഈ റിട്ടയർമെന്റിന് ശേഷമുള്ള ലൈഫ് സന്തോഷകരവും സമാധാനപരവും ആരോഗ്യകരവും വളരെ സക്രിയവുമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.
സംസാരിക്കുന്നില്ല. ഇന്ന് റിട്ടയർ ചെയ്യുന്ന 4 പേരിൽ ജോബിയെ മാത്രം അത്ര പരിചയമില്ല. ഞാൻ കൂടെ വർക്ക് ചെയ്തിട്ടില്ല. മുൻ പ്രാസംഗികര് പറഞ്ഞ പോലെ 4 പേരെ പറ്റി വിശദമായിട്ട് ഇവിടെ പറയുകയുണ്ടായി. എല്ലാവരും അവനവന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നല്ലത് പുലർത്തിയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ പ്രമോദിനെ പറ്റി പറയുകയാണെങ്കിൽ, പ്രമോദ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ ഒരു നെടുംതൂണായിരുന്നു. ഞാൻ വരുന്ന കാലത്ത് കുറെ കാലം ഇന്റലിജൻസിൽ വർക്ക് ചെയ്യുന്നുണ്ടായിട്ടുണ്ട്. നിത്യ ഹരിത നായകൻ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തെ കണ്ടാലും ഇപ്പൊ പറയില്ല ഇന്ന് റിട്ടയറായി പോവുകയാണ്. അത്രയും ചിരിച്ച് ഏത് നേരത്തും ഒരു ചിരിച്ച മുഖത്തോടും കൂടി പ്രമോദിനെ കാണാൻ പറ്റുള്ളൂ. നല്ലൊരു യാത്രികനും കൂടിയാണ്. ഹരിറാം പറയണ്ടായി, യാത്രാവേളകളാണ് കൂടുതൽ ഞങ്ങള് അടുത്ത് ഇടപഴകാറുള്ളത്. നല്ലൊരു വ്യക്തി. പിന്നെ പ്രമോദിന്റെ വീട്ടില് ഇന്നൊരു സൗഭാഗ്യം കൂടി ഉണ്ട്. അത് അത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല. പ്രമോദിന്റെ ജ്യേഷ്ഠനും ഇന്ന് റിട്ടയർ ആവാണ്. അദ്ദേഹം KSFE ആണ് വർക്ക് ചെയ്യുന്നത്. ഇന്ന് പ്രമോദിന്റെ വീട്ടിൽ 2 റിട്ടയർമെന്റ് ആണ്, പ്രമോദും പ്രമോദിന്റെ ചേട്ടനും. അങ്ങനെ ഒരു സൗഭാഗ്യം കൂടി പ്രമോദിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു. പിന്നെ ഷക്കീലെ പറ്റി പറയുകയാണെങ്കിൽ, ഇവിടെ വിശദമായിട്ട് സ്ക്രീനിൽ കാണിക്കേണ്ടായി ഷക്കീലയുടെ കാര്യങ്ങളൊക്കെ. ഈ പറഞ്ഞ പോലെ തന്നെ ഇന്റലിജൻസിന്റെ ഒരു മെയിൻ ഒരു ഘടകം തന്നെയാണ്. ഷക്കീലയെ പോയ ആ വിടവ് നികത്താൻ പകരം ഒരാളെ കിട്ടുമോ എന്നുള്ളൊരു സംശയമാണ്. ആ തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. ഈവൻ ഈ ലാസ്റ്റ് ഒരു കോട്ടയത്തുള്ള ഒരു സെർച്ച് 26 മണിക്കൂറാണ് നീണ്ടുന്നത്. അതിലും ഊർജ്ജസ്വലതയോടുകൂടി വേണമെങ്കിൽ ലീവ് എടുത്ത് മാറിയിട്ടായിരുന്നു റിട്ടയർമെന്റിന്റെ കാര്യം പറഞ്ഞിട്ട്. പക്ഷെ അതിലേക്കും ഓൾ ഇൻ ഓളായിട്ട് ഷക്കീല വന്നു, അവസാനം വരെ വന്നു. അന്ന് പോയ എല്ലാരും തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വയ്യാണ്ടായി. പിറ്റേ ദിവസം എല്ലാവരും കടപ്പായി. അത്രയും ടയർഡായി എല്ലാവരും. 1 കോടിയുടെ അടുത്ത് അന്ന് ടാക്സ് കൈയോടെ അടപ്പിച്ചിട്ടാണ് നമ്മൾ ആ സ്ഥാപനത്തിൽ നിന്നും ഇറങ്ങി പോകുന്നത്. എന്ന് പറഞ്ഞ പോലെ സിഗരറ്റിന്റെ കേസാണെങ്കിലും, ഫസ്റ്റത്തെ റൻസാറ് ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ ആദ്യത്തെ കേസ് സിഗരറ്റിന്റെ കേസായിരുന്നു. അതൊക്കെ മാസങ്ങളോളം ഞങ്ങള് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഈ വണ്ടി ലോഡ് ഇറക്കണം, സിഗരറ്റ് ഇറക്കണം നോക്കിയിട്ട് മഴയാണെങ്കിലും വെയിലാണെങ്കിലും റെയിൻകോട്ട് ഇട്ടിട്ടും ഇത് ഷക്കീല മറ്റേ ജ്യോതിലക്ഷ്മിയുടെ ഒപ്പം കാറിലേക്കും വന്ന് ഓരോ സൈഡിലേക്കും പോയി ഓടിച്ചു നിന്ന് അവരെ കടം കൊണ്ടുപോണേ. അപ്പൊ ഞാനും ഫ്രാൻസിക്കും ബൈക്കിൽ പിന്നാലെ പോയി കിലോമീറ്ററോളം. അന്നത്തെ സമയത്തേക്ക് ഞാൻ ഒരു 100-200 ചില്ലാനം കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് പോയിട്ടുണ്ട് ബൈക്കില് ഈ വണ്ടിയുടെ പിന്നാലെ. ഇത് എവിടെയാണ് കൊണ്ടിറക്കണേന്ന് എനിക്കറിയാം. ഷക്കീലും ജ്യോതിലക്ഷ്മിയുടെ കാറിൽ പിന്നാലെ ഫോളോ ചെയ്യും. ലൈവ് ലൊക്കേഷൻ ഇട്ടിട്ടാണ് ഞങ്ങൾ ഓടിക്കുക വണ്ടി. അപ്പൊ ആ ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ട് ഇവര് കാറിൽ വരും. അങ്ങനെ ഒരു നല്ലൊരു അനുഭവമായിരുന്നു. ഇത്രയും കാലം നമ്മൾ ചെയ്യാത്തൊരു പ്രത്യേക ഒരു ഇന്റലിജൻസ് രീതിയായിരുന്നു. റൺസാർ വന്നതോടുകൂടി നമ്മൾ സാധാരണ KGST പീരീഡിലും ആറ്റ് പീരീഡിലും ചെയ്തിരുന്ന പോലെയുള്ള അതിലും ഒരു വ്യത്യസ്തമായ എന്താ പറയാ ഒരു നമുക്കൊരു കേസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഉത്സാഹം. നമ്മൾ ജോലിയില്ല ചെയ്തിട്ട് അതിലും കൂടുതൽ നമ്മുടെ ഒരു മനസ്സിന് ഒരു സന്തോഷം തരുന്ന ഒരു കേസ് കണ്ടെത്തുക എന്നുള്ള ഒരു ഇതിൽ കൂടിയാണ് അന്ന് അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ. ഒരു മാസത്തിൽ മേലെ ഉണ്ടായിണ്ടാവും. ഇന്ന് ചില ദിവസം കാലത്ത് പോയി ഉച്ച നേരം വരുന്ന ചിലപ്പോൾ ലോഡ് ഇറങ്ങില്ല. അപ്പോഴാണ് ഇൻഫോർമേഷൻ കിട്ടുന്നത് ഇന്ന് ലോഡില്ല, മടങ്ങിക്കോളി എന്ന് പറയുമ്പോൾ നമ്മൾ മടങ്ങി പോരും. ശനിയല്ല ഞായറല്ല എല്ലാ ദിവസവും ഞങ്ങൾ പോയി നിന്നുണ്ട്. അതിനുശേഷമാണ് ഒരു ഓപ്പറേഷൻ അത് നടത്തിയത്. അതിന് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റി. തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ കേസുകളും ഇതേപോലെ തന്നെയായിരുന്നു. എല്ലാം നല്ല കഷ്ടപ്പാടുള്ള കേസുകളായിരുന്നു. അതിലൊന്നും ഒരു ക്ഷീണം ഇല്ലാണ്ട് ഷക്കീല ഉത്സാഹത്തോടും കൂടി നമുക്കൊപ്പം നിന്നിരുന്നു. ഒരു ബുദ്ധിമുട്ടും വിഷമവും പറഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞ് രാത്രി വെളുപ്പിനിക്കും വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുങ്ങല്ലൂർ വരെ എത്തേണ്ടതാണ്. ഇപ്പൊ നമ്മൾ വണ്ടിയിലേക്കും കൊണ്ടാക്കി അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ഇതേപോലെ ഒരു ഉദ്യോഗസ്ഥ നമുക്ക് ഇന്റലിജൻസിൽ നിന്ന് നഷ്ടപ്പെടാന്ന് പറഞ്ഞത് ഒരു വിഷമുള്ള കാര്യം തന്നെയാണ്.
പിന്നെ രാജുവിനെ പറ്റി പറയുകയാണെങ്കിൽ രാജുവും ഞാൻ സ്കൂളിൽ ചങ്കുകളായിരുന്നു. എനിക്ക് LD ക്ലർക്കായിട്ട് വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സർവീസ് പരമായിട്ടോ KSR ജോയിനിങ് ടൈം അങ്ങനെ പല എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ ഞാൻ ബന്ധപ്പെടുന്നത് രാജുവിൻ്റെ അടുത്താണ്. ഞങ്ങളൊരു 3 വർഷത്തോളം 3 വർഷത്തോളം സ്കൂളിൽ ഒന്നിച്ചോടുണ്ടായി. നല്ല കളക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ചുരുങ്ങിയത് 1 ലക്ഷം 1.5 ലക്ഷം രൂപയ്ക്ക് ഒരു ദിവസം ഞങ്ങൾ കളക്ഷൻ ഉണ്ടാക്കാറുണ്ട്. നല്ല റിസൾട്ടാണ് ഉണ്ടാക്കിയത്. രാജുവിൻ്റെ ഒപ്പം എന്നുള്ള വർക്ക് ചെയ്ത ആളുകളൊക്കെ നല്ല ഇതാണ്, എന്നും ഓർത്തിരിക്കാൻ നടക്കാവുന്ന ഇതാണ്. ഇത് എന്താ പറയാ, ഈ 12 പറ്റ് ഒരു പറ്റൊരു എന്താ പറയാ പാട്ട് 12 പറ്റ് അത് എപ്പോഴും പാടുന്ന ഒരു ഈ 2-3 മക്കളിൽ ഞാനാണ് പ്രാന്തൻ അതിങ്ങനെ വണ്ടിയിൽ നിന്ന് പാടും. പിന്നെ പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമം വന്ന് ആരോ വിളിച്ചു. ഈ 2 പാട്ടൊക്കെ ഉള്ളു, 2 വരി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂളും. ഇതാണ് രാജുവിന്റെ കാര്യം. ബാക്കിയൊന്നും കൂടുതലൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ഇത് 2 എണ്ണം പാടുള്ളൂ. അപ്പൊ രസകരമായ നല്ല ഓർമ്മകളാണ്. നല്ല ഇതായിരുന്നു ഞങ്ങൾക്ക്. നല്ലൊരു ടീം വർക്കായിരുന്നു. അതുപോലെ രാജയായാലും ഷക്കീലായാലും നല്ലൊരു ടീം വർക്കായിരുന്നു ഇന്റലിജൻസിൽ. ഇവരേക്കും 4 പേരും ഡിപ്പാർട്ട്മെന്റിന് നഷ്ടപ്പെടാൻ ഒരു വിഷമമുള്ള കാര്യമാണ്. എന്നിരുന്നാലും 4 പേരെയും ശിഷ്ടകാലം ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. പ്രമോദ്, ജോബി, ഷക്കീല, സുഹൃത്തുക്കളെ, ഇന്ന് ഇവിടുന്ന് പിരിയുന്ന 3 പേരിൽ ഞാൻ ഷക്കീലയുടെ കൂടെ മാത്രമാണ് ജോലി ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാലും പ്രമോദിനെയും ജോബി മാഡത്തിനെയൊക്കെ അറിയില്ലെങ്കിലും പ്രമോദിനെയും രാജു സാറിനെയൊക്കെ നല്ല പരിചയമുണ്ട്. ഒരുമിച്ച് ജോലി ചെയ്തില്ലെങ്കിലും ഒരു സുഹൃത്ത് ബന്ധം അവരുമായിട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. രാജു സാറ് ഞാൻ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ പലപ്പോഴും പല സംശയങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ ചെന്ന് ചോദിക്കുകയും അദ്ദേഹം അത് വളരെ ക്ലിയറായി പറഞ്ഞു തരുന്ന ഒരു നല്ലൊരു സഹപ്രവർത്തകനായിരുന്നു. ഇവർ 3 പേരിലും ഏറ്റവും അധികം കാലം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് ഷക്കീലയുടെ കൂടെയാണ്. ഇന്ന് ഇങ്ങനെ ഷക്കീല റിട്ടയർ ചെയ്ത് പിരിഞ്ഞു പോകുന്ന ഒരു സമയത്ത് 2 വാക്കുകൾ ഷക്കീലയെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സ്ക്വാഡിൽ നിന്ന് റീസ്ട്രക്ചറിങ് കഴിഞ്ഞ് ഇന്റലിജൻസ് എന്ന ഒരു സെക്ഷനിലേക്ക് ഞാൻ മാറുമ്പോൾ അന്ന് അറിയില്ല ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് അറിയില്ല. പുതിയ രീതികളാണ്. അപ്പൊ അന്ന് എന്നോട് പറഞ്ഞത് ഷക്കീല ഷക്കീലയുണ്ട്, ജേക്കബും ഉണ്ട്, 2 ആളും നിങ്ങളുടെ യൂണിറ്റിലുണ്ട്, ധൈര്യമായിട്ട് പോവാം, അവർക്ക് ജോലികൾ നന്നായി അറിയാം, അതുകൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു. അവിടെ ചെന്നതിന് ശേഷം ഇവർ 2 പേരും എന്നെ വളരെയധികം സഹായിച്ചു. ഷക്കീലയുടെ പ്രവർത്തനം അന്ന് മുതൽ ഇന്ന് ഈ പിരിയുന്ന റിട്ടയർ ചെയ്ത് പോകുന്ന സമയം വരെ എനിക്ക് സഹായകരമായിട്ടുണ്ട്. അതിൽ പ്രത്യേകമായിട്ട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് ഞാൻ ഒരു ഇന്റലിജൻസിൽ നമുക്ക് പല ഡീറ്റെയിൽസും എടുക്കാനായിട്ട് പല സ്ഥലങ്ങളിലും നിങ്ങൾ പലരും കളിയാക്കി പറയുന്ന പോലെ വേഷം മാറിയൊക്കെ പോകേണ്ടി വരുന്നുണ്ട്. ആദ്യമായിട്ട് ഒരു സ്ഥലത്തേക്ക് ഇതുപോലെ പോയപ്പോൾ ഷക്കീലയും ഞാനും കൂടിയാണ് പോയത്. അപ്പോൾ നമ്മൾ സംസാരിച്ച് ഇന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ എവിടെയാണെന്ന് അവർ ഇങ്ങോട്ട് ചോദിച്ചു. കുറച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങളുടെ എന്തോ ഭാഗ്യദോഷം കൊണ്ട് മെയിൻ ഓണറുടെ കൂടെയുള്ള ആളുടെ വീട് കറക്റ്റ് അതേ സ്ഥലമായിരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിക്കാൻ തുടങ്ങി അവിടെ ഇവിടെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇതിന് പോകുന്നത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് പതറി. അപ്പൊ അന്ന് ഷക്കീല പറഞ്ഞിട്ടുണ്ട്, സാറേ ഉത്തരം പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ സാറ് ചുമച്ചാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. അത് അത്രയും പരിചയമായിരുന്നു. ജ്യോതി മാഡത്തിന്റെ കൂടെ പോയി അത്രയും പരിചയം. അപ്പൊ ഞാൻ ഈ ചോദ്യങ്ങൾ വന്നപ്പോൾ ഞാൻ ചുമച്ചു. എനിക്ക് മനസ്സിലായി ഇത് കൈവിട്ടു പോയാൽ കേസ് മുഴുവൻ പോകും. അപ്പോ ആള് ചോദിച്ചു, അപ്പൊ അഹമ്മദ് കയുടെ വീടിന്റെ ചോദിച്ചു. അപ്പോ ഷക്കീലയ്ക്ക് ഒരു ഭാവമാറ്റം ഇല്ല. ഷക്കീല പറഞ്ഞു, ആ വെളുത്ത് പൊക്കം കുറഞ്ഞ് പെട്ടത്തലേനല്ലേ ചോദിച്ചു. അല്ല, ആള് പൊക്കമുള്ള ആളാണ്. അപ്പൊ വളരെ വളരെ തന്മയത്വത്തോടു കൂടി അത് ഷക്കീല ഹാൻഡിൽ ചെയ്തു. സത്യം പറഞ്ഞാൽ അതൊക്കെ ഞാൻ പഠിക്കുകയായിരുന്നു അന്ന് ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട്. അപ്പോൾ ആ പ്രസൻസ് ഓഫ് മൈൻഡ് അത് വളരെ വളരെയധികം ഉപകാരപ്പെട്ടു. പിന്നീടുള്ള ഇന്റലിജൻസ് ആക്ടിവിറ്റീസിൽ എല്ലാത്തിലും അത് വളരെയധികം ഉപകാരപ്പെട്ട ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ആ പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലെങ്കിൽ നമുക്ക് ഇത് അന്വേഷിച്ച് പോകാൻ പറ്റില്ല. പല സ്ഥലങ്ങളിലും നമ്മൾ പതറും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മിക്ക കേസുകളിലും പല സമയങ്ങളിലും നമുക്ക് അവരുടെ റെസിഡൻസ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ പല ഗോഡൌൺസിലേക്ക് പോകേണ്ടതായിട്ട് വരും. ഇതിലൊക്കെ ഒരു പ്രശ്നവും ഇല്ലാതെ
ഷക്കീല അവിടെ കയറിപ്പോയി ആ ഡാറ്റാസ് കളക്ട് ചെയ്ത് വന്നിട്ട് അത് സക്സസ്ഫുൾ ആയിട്ടുള്ള എത്രയോ കേസുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് കൂടാതെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇന്റലിജൻസിന്റെ തുടക്കം മുതൽ അവസാനം അവര് നോട്ടീസ് ആക്കുകയോ അല്ലെങ്കിൽ പൈസ അടച്ച് ആ ഫയൽ അവസാനിപ്പിക്കുന്നത് വരെ ലാസ്റ്റ് മിനിറ്റ് വരെ അതിന്റെ പിന്നാലെ നിൽക്കും എല്ലാ കാര്യങ്ങൾക്കും. അത് എനിക്ക് പല കാര്യങ്ങളും പറയേണ്ട തന്നെ വരില്ല. അതിനു മുന്നേ തന്നെ സാധനങ്ങൾ എന്റെ മേശപ്പുറത്തോ അല്ലെങ്കിൽ എന്റെ കയ്യിലേക്ക് അത് എത്തിയിരിക്കും. അതുപോലെ അവരെ കൊണ്ട് അത് പേയ്മെന്റിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പല അഡ്വൈസും അവർക്ക് കിട്ടുന്നതുകൊണ്ട് അവർ പലപ്പോഴും പേയ്മെന്റിലേക്ക് കൊണ്ടുവരില്ല. അപ്പോൾ ഞാനൊരു സൈഡിൽ നിന്ന് സംസാരിക്കും, ഷക്കീല മറ്റൊരു സൈഡിൽ നിന്ന് സംസാരിക്കും. അങ്ങനെ പേയ്മെന്റ് ആയ ഒരുപാട് കേസുകളുണ്ട്. ഒരു ഗുഡ് കോപ്പ് ബാഡ് കോപ്പ് എന്ന് പറയും നമ്മൾ ഇന്റലിജൻസിന്റെ ഇതിൽ. അപ്പൊ ആ രീതികളിലൂടെ എത്രയോ കേസുകളിൽ ഞങ്ങൾ സംസാരിക്കും.
ശാന്തമീ രാത്രി വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓ കൊണ്ടുവാ. ശാന്തമീ രാത്രി വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓ കൊണ്ടുവാ. കൊമ്പെട് ചുക്ക 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 കുറുങ്കുഴത്തോട് ചുക്ക 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 ചും ചും. തപ്പെട് ചുക്ക 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 തകിൽ പുറത്തോട് ചുക്ക 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 ചും. നഗര തീരങ്ങളിൽ ലഹരിയിൽ കുതിരവേ ലാലാ 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 ലാലാ. ഓ ലാലാ 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 ലാലാ. ഓ ലാലാ. 2000 കാലഘട്ടത്തിലൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാന്നുള്ളൊരു ശീലം നടത്തു നോക്കൂ. ആ ഒരു കാലഘട്ടത്തിൽ ഇന്നെല്ലാവരും ഗൂഗിളാണ് സെർച്ച് ചെയ്യാറ്. എന്ത് കിട്ടിയാലും എന്ത് ചോദ്യങ്ങളും ഗൂഗിളിൽ ചോദിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ്മെന്റ് കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു സാറുണ്ടായിരുന്നു. അതാണ് രാജു സാർ. ഒരു പക്ഷേ ഞങ്ങൾക്കൊക്കെ ആ കാലഘട്ടത്തിൽ സർവീസിൽ 2001 സർവീസ് വന്ന കാലഘട്ടത്തിൽ ഒരു അസൂയ തോന്നുന്ന ഒരു ത്രിമൂർത്തി ത്രയത്തിന്റെ സൗഹൃദത്തെ കുറിച്ച് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അന്ന് ഞങ്ങളിൽ ആ ത്രിമൂർത്തി ത്രയം എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷ് സാറ്, നമ്മുടെ രാജു സാറ്, പിന്നെ ശ്രീരാജ് സാറ്, ഈ 3 പേരടങ്ങുന്ന ത്രിമൂർത്തി ത്രയം വ്യത്യസ്തമായ ശൈലികൾ, വ്യത്യസ്തമായ രാഷ്ട്രീയ വീക്ഷണങ്ങൾ, വ്യത്യസ്തമായ ഭാവങ്ങൾ, ഒരു 3 ഇന്നും അതുപോലെ തുടരുന്നു എന്ന് പറയുന്നത് അതുപോലെ നമുക്ക് കാണാൻ കഴിയുക അപൂർവമാണ്. നമുക്ക് ഇന്നുണ്ടോ എന്ന് അറിയില്ല പലർക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രമോദ്, ഞങ്ങൾ ഏറ്റവും കൂടുതൽ രസകരമായി യാത്ര ചെയ്തിട്ടുള്ള ഒരുപാട് യാത്രകൾ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്നും നിത്യയൗവനത്തിന്റെ, അത് തന്നെയാണ് സാർ നേരത്തെ പറഞ്ഞ പോലെ പ്രായം കുറഞ്ഞവർ റിട്ടയർ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ പ്രമോദിന് ഇനിയും മുന്നോട്ട് ഒരുപാട് കൂടെ യാത്ര സഞ്ചരിക്കാനുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഷക്കീല മാഡം ഞങ്ങൾ കൂടുതൽ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ജോബി. എല്ലാവർക്കും അവരുടെ ഭാവി ജീവിതത്തിൽ, ഇനിയുള്ള ശിഷ്ട ജീവിതത്തിൽ ഏറ്റവും ആരോഗ്യവാന്മാരായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൂടുതൽ കാലം അവിടെയാണ് ചെലവഴിക്കാനുള്ളത്. തീർച്ചയായും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ജോയിന്റ് കമ്മീഷണർ സുരേഷ് സാർ, അഭിലാഷ് സാർ, ലത്തീഫ് സാർ, അതുപോലെ തന്നെ ഇന്ന് ഇവിടെ റിട്ടയർ ചെയ്യുന്ന രാജു സാർ, ഷക്കീല മാഡം, ജോബി മാഡം, പ്രമോദ് സാർ. ഞാൻ 2 വർഷമായി, ശരിക്കും പറഞ്ഞാൽ ഏകദേശം 2 വർഷമായി തൃശ്ശൂർ എത്തിയിട്ട്. അപ്പോൾ ഇതിനിടയിൽ ഒരുപാട് റിട്ടയർമെന്റ് ഇവിടെ നടന്നിട്ടുണ്ടെങ്കിലും എനിക്ക് വളരെ അടുപ്പമുള്ള 1-2 പേര് റിട്ടയർ ചെയ്യുന്ന ഒരു വേദിയാണ് ഇന്ന്. അതിൽ ഞാൻ മണ്ണുത്തി സർക്കിളിൽ വന്നിട്ട് ജയൻ സാറും ജുനിറ മാഡം ആയിരുന്നു അന്ന് അവിടെ നമുക്ക് ഉണ്ടായിരുന്നത്. ഞാൻ വരുമ്പോൾ ജീന മാഡം ആയിരുന്നു, അത് കഴിഞ്ഞ് ജുനിറ മാഡം വന്നു. അപ്പോൾ അവര് പ്രൊമോഷനായിട്ട് ജനുവരിയിൽ പോകുമ്പോൾ ഞങ്ങൾക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു, നമ്മുടെ ഒരു ഓഫീസിന്റെ ഒരു റാപ്പോ പുതിയ 2 പേര് വന്ന് എത്രത്തോളം അത് എടുക്കാൻ സമയമെടുക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ ഞങ്ങൾക്ക് അറിയായിരുന്നു ജോബി മാഡം മെയിൽ റിട്ടയർമെന്റ് ആണ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു നോർമൽ റിട്ടയർമെന്റ് പോലെയല്ലല്ലോ, അതായത് പുതിയൊരു തസ്തികയിലേക്ക് പ്രൊമോഷൻ കിട്ടിയിട്ട് 5 മാസത്തിനുള്ളിൽ റിട്ടയർ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെതായ ആശങ്ക അങ്കലാപ്പൊക്കെ സാധാരണഗതിയിൽ ഒരാൾക്ക് ചിലപ്പോൾ ഉണ്ടാകുമ്പോൾ നോർമലി ആൾക്കാർക്ക് LPR എടുക്കാനും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. അപ്പം ഞങ്ങളും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു, ജോബി മാഡം വന്നാൽ ചിലപ്പോൾ മാക്സിമം ലീവ് ഇട്ടിട്ട് പോവുകയായിരിക്കും ഉണ്ടായിരിക്കുക എന്നൊക്കെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ജോബി മാഡം വരികയും ഞാൻ കണ്ട ജോബി മാഡം, അതായത് ഞാൻ ഇപ്പോൾ 5 മാസമായിട്ടുള്ളൂ മാഡത്തിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ നേരത്തെ JCTP സുരേഷ് സാർ ഇവിടെ സൂചിപ്പിച്ച പോലെ ജോലി ചെയ്യാൻ വളരെ താല്പര്യമുള്ള ഒരാളായിട്ടാണ് എനിക്ക് ജോബി മാഡത്തിനെ തോന്നിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഒരു ഫയലിൻ്റെ കാര്യം, ഇപ്പോൾ അരിയറുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, ആ ഫയലിൻ്റെ നോർമലി ആ ഫയലിൽ എന്ത് സംഭവിച്ചു അതൊക്കെ കൃത്യമായിട്ട് നോക്കി, അത് ഇപ്പം എന്നോട് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുമെന്ന് പറയുമെങ്കിൽ മാഡം അത് കറക്റ്റായിട്ട് എല്ലാം നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്യും. അതുപോലെ ഒരു ഫീൽഡ് വിസിറ്റിനൊക്കെ മാഡത്തിൻ്റെ ഒപ്പം പോകുമ്പോൾ മാഡം അത് വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളായിട്ടാണ് ജോബി മാഡം എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ നമ്മൾ 5 മാസം കൊണ്ട് ആ ഓഫീസിൽ, അപ്പോൾ ജിജി മാഡം ജോബി മാഡമാണ് നമ്മുടെ ഓഫീസിലേക്ക് വന്നത്. 2 പേരും ആ ജയൻ സാറും ജിജി മാഡം എങ്ങനെയായിരുന്നു ഞങ്ങളുടെ ആശങ്കകൾക്കെല്ലാം അതൊക്കെ മാറി അത്രയും നന്നായിട്ട് തന്നെ ഇപ്പോഴും ആ ഓഫീസിൻ്റെ ഒരു റാപ്പോ കീപ്പ് ചെയ്യാൻ പറ്റി. അപ്പോൾ ജോബി മാഡം പോകുന്നതിൽ ഞങ്ങളുടെ ഓഫീസിന് വളരെ വ്യക്തിപരമായിട്ടൊരു നഷ്ടമായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. അതുപോലെ പ്രമോദ് സാറൊപ്പം ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ ഓഫീസ് ആയതുകൊണ്ട് വളരെ അടുത്ത പരിചയമുണ്ട് സാറ്. പിന്നെ സാറിൻ്റെ ഒപ്പം ഈ പറഞ്ഞ പോലെ 1-2 ചെറിയ യാത്രകൾ ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്.
അപ്പോൾ സാർ ഈ പറഞ്ഞ യാത്രകൾ വളരെ ഇഷ്ടപ്പെടുകയും എനിക്ക് സുരേഷ് സാർ പ്രമോദ് സാർ താടിയൊക്കെ വെച്ചിട്ടായിരുന്നു പണ്ടെന്ന് പറയുമ്പോൾ എനിക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം സാറിന്റെ ഞാൻ കാണുമ്പോൾ മുതൽ സാർ വളരെ സൗമ്യമായിട്ട് ഈ ഒരു രൂപത്തിലാണ് ഞാൻ സാറെ കാണുന്നത്. അപ്പോൾ സാറ് വളരെ നന്നായിട്ട് എപ്പോഴും സൗമ്യമായിട്ട്, എന്നാൽ എന്ത് കാര്യം പറയുമ്പോഴും അതിൽ കൃത്യമായൊരു ക്ലാരിറ്റി ഉള്ള ഒരാളായിട്ടാണ്, അതുപോലെ ഈ പറഞ്ഞ പറഞ്ഞാൽ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ രാജ് സാറേയും ഷക്കില മാഡവും ഞാൻ ഒപ്പം വർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ ഇപ്പൊ നേരത്തെ പറഞ്ഞ ആശംസ പറഞ്ഞവരിൽ നിന്നും അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകരിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു വളരെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് വളരെ ഒരു വലിയ നഷ്ടം തന്നെയാണ് ഈ 4 പേരുടെയും വിരമിക്കൽ എന്ന് തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഇനി അങ്ങോട്ടുള്ള, ഇപ്പൊ 56 ഒരു പ്രായമല്ല, ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലും എല്ലാവിധ ആശംസകളും എൻ്റെ പേരിലും ടാക്സ് പെയർ സർവീസ് സർക്കിൾ മണ്ണുത്തിയിലെ എല്ലാ ജീവനക്കാരുടെ പേരിലും ആശംസിക്കുന്നു. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ, നിതാന്തമാം തെളിമാനം പൂത്ത നിശീഥിനിയിൽ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. നിഴലും പൂനിലാവുമായി ദൂരെ വന്നു ശശികല. നിഴലും പൂനിലാവുമായി ദൂരെ വന്നു ശശികല. മഴവില്ലിൻ അഴകായി ഒരു നാളിൽ വരവായി ഏഴഴകുള്ളൊരു തേരിൽ എൻ്റെ ഗായകൻ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. വിരിയും പൂങ്കിനാവുമായി ചാരേ നിന്നു തപസ്വിനി. വിരിയും പൂങ്കിനാവുമായി ചാരേ നിന്നു തപസ്വിനി. ഉലകത്തിൻ സഖിയായി വിരിമാറിൽ കുളിരായി ഏഴു സ്വരങ്ങൾ പാടാൻ വന്നു ഗായകൻ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. നിതാന്തമാം തെളിമാനം പൂത്ത നിശീഥിനിയിൽ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. എൻ മനസ്സിൻ താഴ്വരയിൽ. എൻ മനസ്സിൻ താഴ്വരയിൽ. ശ്രീ സുരേഷ് സാർ, അഡീഷണൽ കമ്മീഷണർ ശ്രീ ജംഷഡ് സാർ, ഓഡിറ്റ് ജോയിന്റ് കമ്മീഷണർ ശ്രീ ലത്തീഫ് സാർ, ജോയിന്റ് കമ്മീഷണർ പി ശ്രീ അഭിലാഷ് സാർ, ഇന്ന് റിട്ടയർ ചെയ്യുന്ന ശ്രീമതി ഷക്കീല, ശ്രീ പ്രമോദ്, ശ്രീമതി ജോബി, അവരുടെ കുടുംബാംഗങ്ങളെ, അധ്യക്ഷവേദിയിലെയും സദസ്സിലെയും സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഔദ്യോഗിക ജീവിതത്തിന്റെ അവസാന ദിവസം എത്തി നിൽക്കുന്ന ഈ നിമിഷത്തിൽ ഇതുവരെ എത്തിച്ച സർവേശ്വരനോട് നന്ദി പറയാൻ ഞാൻ ഈ അവസരം ആദ്യമായി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ എന്നെ വഴി നടത്തിയ എൻ്റെ ഗുരുഭൂതന്മാരെയും
മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും സഹോദരങ്ങളെയും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. ഔദ്യോഗിക ജീവിതത്തിൽ എന്നെ നയിച്ച എൻ്റെ മേലുദ്യോഗസ്ഥന്മാരും എനിക്ക് പ്രോത്സാഹനം നൽകിയ എൻ്റെ സഹപ്രവർത്തകരും എനിക്ക് കരുത്തു പകർന്ന എൻ്റെ സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നതിന് കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ. ഞാൻ സർവീസിൽ ജോയിൻ ചെയ്യുന്നത് തൃശ്ശൂർ സെക്കൻഡ് സർക്കിളിലാണ്. അന്ന് ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ സീറ്റ് പീരിയോഡിക് സീറ്റാണ്. പീരിയോഡിക് സീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കറസ്പോണ്ടൻസ് അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സും ആണ്. ഡിപ്പാർട്ട്മെന്റായിട്ട് യാതൊരു ബന്ധവുമില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് അറിയാത്ത ഒരാളായിരുന്നു ഞാനന്ന്. അന്ന് എന്നെ അത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നത് അവിടുത്തെ ഇൻസ്പെക്ടർ ആയിരുന്ന ശ്രീ AK മോഹൻകുമാർ സാറാണ്. AK മോഹൻകുമാർ സാറിനെ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. അതുപോലെ 3-4 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഓഫീസിലെ തന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് സീറ്റിന്റെ അധിക ചുമതല കൂടി നൽകപ്പെട്ടു. എസ്റ്റാബ്ലിഷ്മെന്റ് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്ന ശ്രീ ഹർഷൻ സാറിനെയും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. പ്രൊമോഷനായി ആദ്യം ജോയിൻ ചെയ്യുന്നത് ശ്രീ KP രാജീവ് സാറിന്റെ സ്ക്വാഡിലാണ്. ആ പീരീഡ് ശരിക്കും ഇൻസ്പെക്ടർ കേഡറിലെ ഒരു ട്രെയിനിങ് പീരീഡ് തന്നെയായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നു. സ്ക്വാഡിലെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തന്ന് ശ്രീ KP രാജീവ് സാർ ഇന്ന് നമ്മോടൊപ്പമില്ല. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ പ്രണാമർപ്പിക്കുന്നു. ഓഫീസറായി ആദ്യം ജോയിൻ ചെയ്യുന്നത് കൊടുങ്ങല്ലൂർ ഓഫീസിലാണ്. കൊടുങ്ങല്ലൂർ ഓഫീസിലെ അന്ന് എനിക്ക് അസസ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തന്നത് ശ്രീമതി K ഉഷാദേവി മാഡം ആയിരുന്നു. ഉഷാദേവി മാഡത്തോടുള്ള അഗൈതവുമായി നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. കൊടുങ്ങല്ലൂർ ഓഫീസിനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നത് അന്ന് ജില്ലയിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ പേർ വർക്ക് ചെയ്യുന്ന ഓഫീസാണ് കൊടുങ്ങല്ലൂർ ഓഫീസ്. പക്ഷെ അവരിൽ നിന്ന് കിട്ടിയ പിന്തുണ ഇന്നും എന്റെ മനസ്സിൽ പച്ചപിടിച്ചു നിൽക്കുന്നു. ആ ഓഫീസിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. അതുപോലെ തന്നെ ചെക്ക് പോസ്റ്റിലായിരുന്ന കാലത്ത് ഏത് രാത്രിയിലും എപ്പോൾ വേണമെങ്കിലും എനിക്ക് വിളിച്ച് സംശയങ്ങൾ ചോദിക്കാനും എനിക്ക് മാർഗദർശനം നൽകാനും ചെയ്തിരുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു ശ്രീരാജ്. ശ്രീരാജിനും ഞാൻ നന്ദി പറയുന്നു. സർവീസിൽ കയറിയതിന് മുതൽ എനിക്ക് മേലധികാരികളുടെ നല്ല സപ്പോർട്ട് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. എന്റെ ആദ്യ ജില്ലാ മേലധികാരിയായിരുന്ന ശ്രീ SR രംഗരാജ സാർ മുതൽ ഇപ്പോഴത്തെ ജോയിന്റ് കമ്മീഷണർമാരായ ശ്രീ അഭിലാഷ് സാർ, ശ്രീ ലത്തീഫ് സാർ, ശ്രീ സുരേഷ് സാർ എന്നിവരിൽ നിന്നും നല്ല പിന്തുണയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അവരോടും ഉള്ള നന്ദിയും ഞാൻ ഇത്തരുണത്തിൽ പ്രദർശിപ്പിക്കുന്നു. എന്റെ സർവീസ് ജീവിതത്തിൽ എന്നെ ഞാനാക്കിയ ഒരുപാട് പേരുണ്ട്. അവരെയൊന്നും പ്രത്യേകം സമയത്തിന്റെ പരിമിതി മൂലം അവരെയൊന്നും ഞാൻ പേരെടുത്ത് പരാമർശിക്കുന്നില്ല. എങ്കിലും അവരോടുള്ള നന്ദി ഞാൻ എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. എന്റെ സർവീസ് ജീവിതത്തിൽ താങ്ങും തണലുമായി നിന്ന മേലധികാരികളെയും പ്രോത്സാഹനമായി നിന്ന സഹപ്രവർത്തകരെയും എനിക്ക് കരുത്തു പകർന്ന മുഴുവൻ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി നന്ദിയോടെ സ്മരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ നല്ല വാക്കുകൾക്കും നല്ല ഓർമ്മകൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്ര പ്രൗഢഗംഭീരമായ ഒരു യാത്രയും സമ്മേളനം ഒരുക്കിയ എല്ലാവർക്കും, അതുപോലെ തന്നെ സാന്നിധ്യം കൊണ്ട് ഇത് വിജയിപ്പിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ള നന്ദിയും എന്റെയും എന്റെ കുടുംബത്തിന്റെയും അതുപോലെ തന്നെ ഇന്ന് റിട്ടയർ ചെയ്യുന്ന എല്ലാവരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും നന്ദി കൂടി ഒരിക്കൽ കൂടി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ എല്ലാവർക്കും നമസ്കാരം. ഞാൻ 2008 ഓഡിറ്റ് അസസ്മെന്റിലാണ് ജോയിൻ ചെയ്തത്. അതിനുശേഷം ഇരിഞ്ഞാലക്കുട, കൊടുങ്ങല്ലൂർ, ചാലക്കുടി ഓഫീസുകളിൽ വർക്ക് ചെയ്തു. അന്ന് വരെ, അതായത് ഓഫീസുകളിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ വളരെ എൻജോയ് ചെയ്തിട്ടാണ് ആ ഓഫീസുകളിലൊക്കെ വർക്ക് ചെയ്തത്. അപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്നവരോട് എനിക്ക് ഉള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തണം. അതിനുശേഷം ഇരിഞ്ഞാലക്കുട ഓഫീസിൽ സുരേഷ് സാറിൻ്റെ ഒപ്പം 1 വർഷം വർക്ക് ചെയ്തു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് എനിക്ക് മട്ടാഞ്ചേരി ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ആയത്. അപ്പോൾ സുരേഷ് സാറിൻ്റെ ഇടപെടൽ മൂലം എനിക്ക് ആലുവ ഓഫീസിലേക്ക് ഡെപ്യൂട്ടേഷൻ കിട്ടുകയും അതെനിക്ക് വളരെയധികം സഹായകമായി തീരുകയും ചെയ്തു. പിന്നെ അവിടെ നിന്നാണ് ഞാൻ ഇൻസ്പെക്ടറായിട്ട് വയനാട് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ആയത്. അവിടെ നിന്നപ്പോൾ നമ്മുടെ അഭിലാഷ് സാറായിരുന്നു അന്നത്തെ DC. അപ്പോൾ അവിടെ ചെന്നു സാറ് അപ്പോൾ കൽപ്പറ്റ നമുക്ക് എത്താൻ പറ്റുന്ന ദൂരത്തിൽ ടൗണിൽ തന്നെയുള്ള ഓഫീസിലേക്കാണ് എനിക്ക് പോസ്റ്റിംഗ് തന്നത്.
പിന്നെ അവിടെ ചെല്ലുമ്പോൾ അതായത് DC-യുടെ നാട്ടുകാരി എന്നുള്ള ഒരു വലിയൊരു പരിഗണന അവിടെ ഉണ്ടായിരുന്നു. നമ്മളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു DC വരുമ്പോ മാത്രം അത് ചെയ്താൽ മതി. ഞാൻ ഓഫീസർമാര് പോലും ഭയങ്കര റെസ്പെക്റ്റോടുകൂടിയാണ്. അപ്പൊ അഭിലാഷ് സാറിനോട് അവര് നൽകിയിരുന്ന ബഹുമാനവും സ്നേഹവും കുറച്ചൊക്കെ അവരെനിക്ക് തന്നിരുന്നു. 3 മാസമാണ് ഞാനവിടെ നിന്നെങ്കിലും, അതായത് കുറച്ച് ഒരു 20-22 ദിവസമാണ് ഞാനവിടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. നേരത്തെ അത് അഭിലാഷ് സാറ് ചോദിച്ചു എത്ര ദിവസമാണെന്ന്. അപ്പൊ അതിനാണ് ഞാനിപ്പോ മറുപടി പറയണത്. ഒരു 22 ദിവസമൊക്കെ അറ്റൻഡൻസിൽ കാണും, ബാക്കിയൊക്കെ ലീവായിരുന്നു. എന്നാലും അവിടെ എനിക്ക് ദൂരത്തിന്റെ പ്രശ്നം മാത്രമേ ഉണ്ടായുള്ളൂ. നല്ല ഓഫീസും നല്ല ആൾക്കാരും ഒക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ തിരിച്ചു വന്ന് ഞാൻ ഇവിടെ JC ഓഫീസിലാണ് ജോയിൻ ചെയ്തത്. അന്നാണ് ജെബ്സൺ സാറിന്റെ കൂടെ വർക്ക് ചെയ്തത്. ഒരു 9 മാസമാണെന്ന് തോന്നുന്നു ജെബ്സൺ സാറിന്റെ കൂടെ വർക്ക് ചെയ്ത്. എന്നിട്ട് പിന്നെ അഭിലാഷ് സാറാണ് അവിടെ പിന്നെ ജോയിൻ ചെയ്തു. അഭിലാഷ് സാറിനോടൊപ്പം കഷ്ടി ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും സാറ് ഇരിഞ്ഞാലക്കുടയ്ക്ക് ട്രാൻസ്ഫർ ആക്കി. അപ്പോ സാറിനൊപ്പം ജോലി ചെയ്യാൻ പറ്റില്ല, ശരിയാവില്ല സാറ് തോന്നിട്ടായിരിക്കാം. 1 മാസം കഴിഞ്ഞപ്പോൾ സാർ അങ്ങോട്ട് ട്രാൻസ്ഫർ ആക്കി. അപ്പൊ ഞാൻ അവിടെ ഇരിഞ്ഞാലക്കുട ഓഫീസില് അപ്പുറത്ത് അന്ന് IAC ആയിരുന്നു, സുരേഷ് സാറായിരുന്നു. ഞാൻ അപ്പുറത്ത് സർക്കിൾ ഓഫീസിലും. അപ്പൊ അന്ന് ഇപ്പൊ ഒരുപാട്, അതായത് 2-3 ഇൻസ്പെക്ടർ ഒരാൾ ട്രാൻസ്ഫർ ആക്കി, ഒരാൾ റിട്ടയർ ചെയ്ത്. ആ പോസ്റ്റിൽ ഞാൻ വളരെ ബുദ്ധിമുട്ടി വർക്ക് ചെയ്യുമ്പോൾ എന്ത് സഹായവും സുരേഷ് സാറിന്റെ അടുത്ത് നിന്നുണ്ടായിരുന്നു. എന്ത് ഹെൽപ്പ്, അതായത് എന്ത് സംശയങ്ങൾക്കും സാറ് അത് ശരിക്കും അതിന് ഉത്തരങ്ങൾ തന്നിരുന്നു. അപ്പോൾ സുരേഷ് സാറിനോട് ഒരുപാട് നന്ദി ഉണ്ട് എനിക്ക്. പിന്നെ അതിനുശേഷം ഞാൻ 2019 ഇങ്ങോട്ട് IB-യിലേക്ക് വന്നത്. അന്നത്തെ ആ IB എന്ന് പറഞ്ഞാൽ അതിനുശേഷം, അതായത് വന്ന ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴാണ് റിൻസ് സാർ ചാർജ് എടുത്തതും IB-യുടെ മുഖച്ഛായ തന്നെ മാറി. പുതിയ കേസുകളും വലിയ, അതായത് വളരെ പ്രശസ്തമായ സിഗരറ്റ് കേസുകൾ, പിന്നെ അതിനെ തുടർന്ന് അടയ്ക്ക കേസ്, 2 അറസ്റ്റ്, ഇതൊക്കെ അത് ജ്യോതി മേഡത്തിന്റെ കീഴിലും വളരെ നന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റി. പിന്നെ അന്നത്തെ ഇൻസ്പെക്ടേഴ്സ്, ജ്യോതി മേഡം ഓഫീസറും ഞങ്ങളൊരു 7-8 ഇൻസ്പെക്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വളരെ അതായത് ഒരുപോലെ ഒരു മനസ്സോട് കൂടിയിട്ടാണ് ഞങ്ങൾ അവിടെ പ്രവർത്തിച്ചത്. ആ കാലഘട്ടം ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. അതായത് അഞ്ജന മേഡം, മെറീന, പിന്നെ ഷീല മേഡം, ഫ്രാൻസ് സാറ്, പിന്നെ ജേക്കബ് സാർ വന്നു, ഉല്ലാസ്, ഗോപൻ, അതിനുശേഷം ഷാജു, സരിത ഒക്കെ വന്നു. അപ്പൊ എല്ലാവരുമായിട്ട് ആ കാലഘട്ടം ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഓർക്കുന്തോറും അത് ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു. വളരെ എൻജോയ് ചെയ്ത്, അത്രയും സീരിയസ് ആയിട്ടുള്ള സെർച്ചുകൾ ആണ് നടന്നത്. അതുപോലെ തന്നെ വളരെ എൻജോയ് ചെയ്യേണ്ട സമയത്ത് നന്നായി എൻജോയ് ചെയ്തുമാണ് വർക്ക് ചെയ്തത്. പിന്നെ റീസ്ട്രക്ചറിങ്ങിലാണ് ഞാൻ യൂണിറ്റ് 2-ല് വന്നത്. അപ്പൊ സാറ് പറഞ്ഞ പോലെ കുറെ ചെറിയ ടിപ്സൊക്കെ സാറിങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ. അതൊക്കെ എനിക്ക് സാറ് പറയുമ്പോഴാണ് ഓർക്കണേ. പിന്നെ ഞങ്ങളുടെ JC പ്രമോദ് സാറായാലും നമുക്ക് എന്ത് സംശയങ്ങൾ ഇപ്പോൾ ഫോണിലൂടെ ചോദിച്ചാലും സാർ അത് പറഞ്ഞു തരുന്നിരുന്നു. നല്ലൊരു, അതായത് എന്താണ് ജോയിന്റ് കമ്മീഷൻ എന്നുള്ള ആ ഒരു ഇതിലെല്ലാം നമ്മളിലേക്ക് ഇറങ്ങി വന്ന് എല്ലാ സഹായങ്ങളും സെർച്ചിനും ഒക്കെ നമുക്ക് ലഭിച്ചിരുന്നു. അതുപോലെ ഞങ്ങളുടെ DC ഹരിസാറിനോട് എന്ത് ഫ്രീ ആയിട്ട് നമുക്ക് സെർച്ചിനെ പറ്റി എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഒഫീഷ്യലായിട്ടും എല്ലാ കാര്യങ്ങളും നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റും. വളരെ ഒരു യൂണിറ്റുകളെ ഏകോപിച്ച് കൊണ്ടുപോകാനായിട്ടും ഹരിസാറിന് വളരെ മിടുക്കാണ്. അപ്പോൾ ഹരിസാറിൻ്റെ ഒരുവിധ സഹായങ്ങൾ, ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. എത്രയായാലും രാവിലെ സെർച്ച് തുടങ്ങി കഴിയുന്നത് വരെ സാറ് ഞങ്ങളോടൊപ്പം നിന്നിരുന്നു. അത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. അപ്പോൾ അതിനും സാറിനോട് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളുടെ യൂണിറ്റ് 2-ന്റെ ഓഫീസർ പ്രസൂൺ സാറാണ്. പ്രസൂൺ സാറ് വളരെ നല്ല രീതിയിൽ പ്രസൂൺ സാറിനൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചു. സാറ്, അതായത് ഈ ഒരു ഇന്റലിജൻസ് വർക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പരസ്പരം ഒരു വിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ്. അത് സാറിന് എന്നിൽ ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ സാറ് മുഖവിലേക്ക് എടുക്കാറുണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് പ്രവർത്തിക്കുകയും ചെയ്യായിരുന്നു. സാറിനും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഞങ്ങളുടെ യൂണിറ്റിലുള്ള അതായത് നിത്യ, ആന്റണി, ബിന്ദു, സജിത, സയാൻ, അനിൽ, എല്ലാവരോടും മുൻപുണ്ടായിരുന്ന ജേക്കബ് സാറ്, ലിജോ,
എല്ലാവരുമായിട്ടും ഞങ്ങൾ നല്ല സഹകരണത്തോടു കൂടിയിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ 3 യൂണിറ്റുകളുണ്ട്. വടക്കാഞ്ചേരി യൂണിറ്റ്, ഇന്റലിജൻസ് യൂണിറ്റ് 1, 2, പിന്നെ DC-യുടെ സ്റ്റാഫ് എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ സഹകരിച്ച് ഇത്ര നാളും ഒരു ഫാമിലി ആയിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. യാതൊരു ബുദ്ധിമുട്ടുകളും, വളരെ സീരിയസ് ആയിട്ടുള്ള സെർച്ചുകൾ നമ്മൾ രാത്രി പകലൊന്നും ഇല്ലാതെ നടത്തിയെങ്കിലും അതിൻ്റെ കഷ്ടപ്പാടുകളൊന്നും നമുക്ക് അതായത് എല്ലാവരും ഒരുമിച്ച് ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒന്നും നമുക്ക് ക്ഷീണം അനുഭവപ്പെടുമായിരുന്നില്ല. പിന്നെ എല്ലാ യൂണിറ്റിലുള്ളവരും എനിക്ക് സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ, അതായത് അനുജത്തിമാർ അല്ലെങ്കിൽ അനുജന്മാർ എന്നുള്ള രീതിയിലാണ് ഞാൻ അവരോട് പെരുമാറിയിട്ടുള്ളത്. പിന്നെ എന്തെങ്കിലും വിഷമോ എന്തെങ്കിലും ദേഷ്യപ്പെട്ടോ ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് മാത്രമാണ്, അല്ലാതെ അതായത് അവരോട് ഇപ്പോഴും ആ സ്നേഹം നിലനിൽക്കുന്നു. എല്ലാ യൂണിറ്റും നല്ല രീതിയിൽ സഹകരിച്ചു പോകാനായിട്ട് ഹരി സാറും അതിനും ഒരു പ്രധാന പങ്കുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ കൂടെ ജോലി ചെയ്ത ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരോടും ഒരുപാട് നന്ദി. പിന്നെ ഈ ഒരു വിങ്ങിൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും കുട്ടികളോടും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. പിന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. പിന്നെ ഇങ്ങനെയൊരു അവസരം ഒരുക്കിയതിനും ഒരുപാട് ആശംസകൾ അർപ്പിച്ചവർക്കും അതുപോലെ തന്നെ ഒരുപാട് ഈ ഒരു നല്ലൊരു വേദി നമുക്കായിട്ട് തന്നതും, പിന്നെ എൻ്റെ കൂടെ റിട്ടയർ ചെയ്യുന്ന മറ്റു 3 പേര് ജോബി, പ്രമോദ്, രാജു സാർ, ഇവർക്കൊക്കെ ഒരു നല്ല ജീവിതം ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. സുരേഷ് സാർ, അഭിലാഷ് സാർ, ലത്തീഫ് സാർ, എൻ്റെ ഒപ്പം റിട്ടയർ ചെയ്യുന്ന രാജു സാറ്, ഷക്കീല മാഡം, ജോബി മാഡം, എൻ്റെ സുഹൃത്തുക്കൾ റിട്ടയർമെൻറ്റോടനുബന്ധിച്ച് എന്നോട് ചോദിച്ചു ടെൻഷൻ ഉണ്ടോ, ഉറക്കക്കുറവുണ്ടോ, കേസുകളും. ഞാൻ പറഞ്ഞു ഇത് രണ്ടുമുണ്ട്. പക്ഷേ അത് റിട്ടയർ ചെയ്യുന്ന കാര്യത്തിലായിരുന്നില്ല, ഇവിടെ നിന്നിട്ട് 2 വാക്ക് സംസാരിക്കേണ്ട കാര്യം ആലോചിച്ചിട്ടായിരുന്നു ഈ ടെൻഷൻ മുഴുവൻ ഉണ്ടായിരുന്നു. പിന്നെ സർവീസിനിടയ്ക്ക് ഒരുപാട് നല്ല ഓർമ്മകളും അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റലിജൻസ് വിങ്ങിലാണ് കൂടുതൽ കാലം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്, ഏകദേശം ഒരു 7 വർഷത്തോളം. അന്ന് അഭിലാഷ് സാറ് അവിടെ ഉണ്ടായിരുന്നു. അതായത് ഏകദേശം 22 വർഷം മുൻപ്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ് എന്നീ 2 കേക്കുകൾ കഴിക്കുന്നത്. അന്ന് അഭിലാഷ് സാറാണ് അത് വാങ്ങിച്ചത്. ഏകദേശം 350 രൂപ വരെ ഉണ്ട് തോന്നുന്നു. പക്ഷേ എല്ലാ കാര്യത്തിലും 1ാം സ്ഥാനത്ത് ഉള്ള പോലെ കഴിക്കണ കാര്യത്തിലും സാറ് 1ാം സ്ഥാനത്തായിരുന്നു. പലവട്ടം ഞങ്ങൾ സാറിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഇതേവരെ പറ്റിയില്ല ആ കാര്യത്തിൽ. പിന്നെ ഒരുമിച്ച് വർക്ക് ചെയ്ത നമ്മുടെ ജയകുമാർ സാറിൻ്റെ ഒപ്പമാണ്. സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു ഇനി സാറിനെ പോലെ പെരുമാറണം, സൗമ്യമായിട്ട് പെരുമാറണം. 10 വർഷമായി, 10 റിട്ടയറായി, ഇതേവരെ പറ്റിയിട്ടില്ല. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം വരുമ്പോൾ എൻ്റെ സൗമ്യതയൊക്കെ പമ്പ കിടക്കും. അതാണ് അവസ്ഥ. പിന്നെ ഇത്രയും നല്ല ഒരു യാത്രയയപ്പ് പരിപാടി അറേഞ്ച് ചെയ്യുന്ന എല്ലാവർക്കും ഒരുകൂടി നന്ദി പറഞ്ഞു അവസാനം. സാർ, എന്നോടൊപ്പം വിരമിക്കുന്ന രാജു സാർ, ഷക്കീല മാഡം, പ്രമോദ് സാർ, വേദിയിലിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ, ക്ഷണം സ്വീകരിച്ചു വന്ന എൻ്റെ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ 2004 ഗവൺമെൻറ് സർവീസിൽ പ്രവേശിച്ചെങ്കിലും ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നത് 2016 JC ജോയിൻ ചെയ്ത് ഫസ്റ്റ് സർക്കിളിലാണ് സർവീസ് ആദ്യമായി തുടങ്ങിയത്. ആദ്യമൊക്കെ പീരിയോഡ് ക്ലർക്കും എസ്റ്റാബ്ലിഷ്മെൻറ്റും ആയിരുന്നു. സ്കൂളിൽ നിന്ന് വരുമ്പോൾ കുറച്ചൊക്കെ എസ്റ്റാബ്ലിഷ്മെൻ്റ് അറിയുമായിരുന്നു, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ പീരിയോഡിക്കൽ ക്ലർക്കിൻ്റെ സീറ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കമ്പ്യൂട്ടർ അത്ര പരിചയം ഉണ്ടായിരുന്നില്ല. ഡീറ്റെയിൽസൊക്കെ ആദ്യം ഇവർ പറഞ്ഞു തരും, ചിലപ്പോൾ കറണ്ട് പോകുമ്പോൾ അത് സേവ് ചെയ്യാതെ പോവുക, അങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും അവർ ഫസ്റ്റ് സർക്കിൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദീപ മാഡം, ശോഭ മാഡം, സൗമ്യ, സുജ മാഡം എല്ലാവരും വളരെയധികം എന്നെ സഹായിച്ചിരുന്നു. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്പെഷ്യലിലേക്ക് വന്നു. കുറച്ച് 6 മാസം കഴിഞ്ഞപ്പോൾ JCയിലേക്ക് വന്നു. അപ്പോൾ ഒരു ആശ്വാസമായിട്ട് ഇരുന്നതായിരുന്നു ഞാൻ. അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ചോദിച്ച് ചാവക്കാട്ടിലേക്ക് പോകണം. എൻ്റെ അടുത്തായ കാരണം ഞാൻ ചാവക്കാട്ടിൽ പോയി. അവിടെയാണ് കൂടുതൽ കാലം ഉണ്ടായിരുന്നത്. 5.5 വർഷം അവിടെയായിരുന്നു. അങ്ങനെ സുഖമായിട്ട് പോകുന്ന അവസരത്തിലാണ് പ്രൊമോഷൻ വന്നിട്ട് അവിടെ ഇരിക്കാൻ 4 മാസം കൂടിയല്ലേ ഉള്ളൂ വിചാരിച്ചപ്പോൾ പിന്നെ പ്രൊമോഷൻ എവിടെയാണ് ഒഴിവ് അവിടെ ഉള്ളിടത്തേക്ക് ആയിട്ട് മണ്ണത്തിലേക്ക് വന്നത്. ചാവക്കാടിന് പോകുമ്പോൾ നല്ല വിഷമമുണ്ടായിരുന്നു, ഇവിടെ എങ്ങനെയാണാവോ എന്ന് വിചാരിച്ചിട്ട് വർക്കും. ഇവിടെ വന്നപ്പോൾ എല്ലാവരും നല്ല സഹായമായിരുന്നു. ബിന്ദുമേളായാലും ശ്രീരാജ്, ലതിക മേഡം, എൻ്റെ ഒപ്പം കയറിയ ചേച്ചി,
പിന്നെ എനിക്ക് കൂട്ടുള്ള അർജന എല്ലാവരും നല്ല സഹായമായിരുന്നു. ഇതുവരെ എനിക്ക് ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി. ഇത് ഞാനായിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു വിഷമം ഉണ്ടായിരുന്നെങ്കിൽ അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. പിന്നെ ഇങ്ങനെ ഒരു നല്ല സദസ്സ് തന്നതിന് എല്ലാവരോടും നന്ദി വയ്ക്കുന്നു. ജോയിന്റ് കമ്മീഷണർമാർ, ഇന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിരമിക്കുന്ന 4 സഹപ്രവർത്തകർ, വിശിഷ്ടാതിഥികളായിട്ടുള്ള 4 സഹപ്രവർത്തകർ, ഡെപ്യൂട്ടി കമ്മീഷണർമാർ, മറ്റ് സഹപ്രവർത്തകർ. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ ഏകദേശം 11,000-ഓളം പേരാണ് ഗവൺമെന്റ് സർവീസിൽ നിന്നും വിരമിക്കുന്നത്. അതിൽ തന്നെ 4 പേരാണ് നമ്മുടെ തൃശ്ശൂർ GST കുടുംബത്തിൽ നിന്നും വിരമിക്കുന്നത്. അവർക്ക് ഒരു ഊഷ്മളമായ യാത്രയായി ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന് നന്ദി പറയുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ ചടങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് 2 വാക്ക് ഇന്ന് റിട്ടയർ ചെയ്യുന്നവർക്ക് വേണ്ടി ആശംസ അർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് റിട്ടയർ ചെയ്യുന്ന 4 പേരിൽ രാജ് സാറുമായി മാത്രമാണ് ഞാൻ ജോലി ചെയ്തിട്ടുള്ളത്. ഈ 5 മാസങ്ങൾക്ക് മുമ്പാണ് രാജ് സാറ് ഓഡിറ്റ് ഡിവിഷൻ 4ന്റെ ഡെപ്യൂട്ടി കമ്മീഷണറായിട്ട് പ്രൊമോഷനായി വന്നത്. രാജ് സാറിന് അതിനു മുമ്പും എനിക്ക് നല്ല പരിചയമുണ്ട്. കാരണം ഞാൻ താഴെ ഇന്റലിജൻസിൽ വർക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും രാജ് സാർ ഒഴിവ് സമയങ്ങളിൽ താഴേക്ക് വരികയും ഒരുപാട് നിയമപരമായി നമ്മുടെ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അല്ലാത്ത വിഷയങ്ങളും രാഷ്ട്രീയപരമായിട്ടൊക്കെ ഒരുപാട് നർമ്മ സംഭാഷണങ്ങളും അല്ലാത്ത സംഭാഷണങ്ങളും ധാരാളം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സാറിന് കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായവും വ്യക്തിത്വവും എപ്പോഴും നിലനിർത്തി പോന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ കൂടുതൽ സമയമില്ലാത്ത കാരണം കൂടുതൽ ധരിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ ഷക്കീല ഇന്റലിജൻസിലിരിക്കുമ്പോൾ നേരിട്ട് ഒരുമിച്ച് ജോലി ചെയ്തിട്ടില്ലെങ്കിലും ജ്യോതി മാഡത്തിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവരെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. വളരെ ആത്മാർത്ഥമായ എഫിഷ്യൻസിയോട് കൂടി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പ്രമോദ് ഇന്റലിജൻസിലുണ്ടായിരുന്നു, എൻ്റെ കൂടെ അല്ലെങ്കിലും ഞങ്ങൾ ഒരേ രീതിയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. ജോബിയുമായി ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടില്ല. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ കൂടുതൽ പരിചയങ്ങളൊന്നുമില്ല. ഇന്ന് റിട്ടയർ ചെയ്യുന്ന ഈ 4 പേർക്കും ആരോഗ്യ സൗഖ്യവും വിശ്രമ ജീവിതത്തിലെ എല്ലാവിധ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതിന് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇനി നന്ദി ചടങ്ങിലേക്ക് കടക്കാം. ഇന്ന് വളരെ ഊഷ്മളമായിട്ടുള്ള ഒരു റിട്ടയർമെന്റ് പ്രോഗ്രാമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന് നേതൃത്വം നൽകുകയും ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുകയും ചെയ്തിട്ടുള്ള നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ജോയിന്റ് കമ്മീഷണർ സുരേഷ് സാറിന് ആദ്യമായി ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും ഇവിടെ സന്നിഹിതരായ എല്ലാവരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ്. അടുത്തതായി ഇന്നത്തെ വിശിഷ്ടാതിഥികളായിട്ടുള്ള രാജു സാറ്, ഷക്കീല, പ്രമോദ്, ജോബി, അവർക്ക് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരുടെ പേരിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്നത്തെ വിശിഷ്ടാതിഥികൾക്ക് ആശംസ അറിയിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ജോയിന്റ് കമ്മീഷണർമാരായിട്ടുള്ള അഭിലാഷ് സാറ്, ലത്തീഫ് സാറ്, അവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഇന്ന് ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേരുകയും റിട്ടയർ ചെയ്യുന്ന ഈ വ്യക്തികൾക്ക് ആശംസ അർപ്പിച്ചുകൊണ്ട് പോവുകയും ചെയ്തിട്ടുള്ള നമ്മുടെ അഡീഷണൽ കമ്മീഷണറായിട്ടുള്ള ജെപ്സൺ സാറിനും എല്ലാവരുടെ പേരിലും ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. കൂടാതെ ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി റിട്ടയർ ചെയ്യുന്ന നമ്മളുടെ വിശിഷ്ടാതിഥികളായിട്ടുള്ള സഹപ്രവർത്തകരുടെ കുടുംബാംഗങ്ങളെല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരുടെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ സഹപ്രവർത്തകരിൽ ഒരു കൂട്ടം ആളുകൾ അഹോരാത്രം പ്രയത്നിക്കുകയും ഇവിടെ കലാപരിപാടി അവതരിപ്പിക്കുകയും അതുപോലെ തന്നെ മറ്റ് സംഘാടന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരുടെ പേര് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നില്ല. അവർക്കെല്ലാവർക്കും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരുടെ പേരിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും അവർക്ക് മനസ്സുകൊണ്ടും അല്ലാതെയും എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ സന്നിഹിതരായി എത്തിയിട്ടുള്ള എല്ലാ സഹപ്രവർത്തകർക്കും മറ്റു വ്യക്തികൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാത്ത ദ്രാവിഡ ഉൽക്കല ബംഗ
വിന്ധ്യ ഹിമാചല യമുന